ഹായ് ഹലോ വെൽക്കം ടു നേരമ്പോക്കെ എ ട്രൂലി സിനിം ഷോ. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫൈനലി ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫേവറേറ്റ് സബ്ജക്റ്റുകളൊക്കെ ഫുട്ബോളിനെ പറ്റി സംസാരിക്കണം ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുട്ബോളിനെ പറ്റി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ഫുട്ബോളും അതിൽ കംബാക്കുകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ബാഴ്സലോണ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് വീണ്ടും തിരിച്ചു വരികയാണോ എന്നുള്ള ഒരു ഇതെല്ലാ ഫാൻസിൻ്റെ ഇടയിലായാലും അതല്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഇടയിലൊക്കെ ഒരു ചർച്ച ഇഫ് ബാഴ്സലോണ ഈസ് ബാക്ക് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബാഴ്സലോണ പറ്റി സംസാരിക്കുന്നതാവും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. ബാഴ്സലോണ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് എന്തായാലും ബാഴ്സലോണ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ടിപ്പിക്കൽ ബാഴ്സലോണ കമൻട്രി ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബാഴ്സലോണയെ പറ്റി നമ്മൾ എത്ര പറഞ്ഞാലും ആ ഒരു ഫീല് കിട്ടൂല. അപ്പോൾ എന്തായാലും ആദ്യം ആ സാധ്യത ഒന്ന് കേട്ടിട്ട് വരും. When we talk about Barcelona, we talk about titles, goals, beautiful play, Guardiola, Xavi, Iniesta, Suarez, tiki-taka, the Camp Nou, the fans, Messi, 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 Messi. ബാഴ്സ എന്ന് പറയുന്ന ഒരു ക്ലബിനെ പറ്റി നമുക്കൊക്കെ അറിയുന്നത്, എനിക്ക് തോന്നുന്നു ബാഴ്സ എന്ന ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1899 ബാഴ്സ എന്ന ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ക്രൈഫിൻ്റെ വരവോട് കൂടി അല്ലെങ്കിൽ ക്രൈഫ് മാനേജർ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ബാഴ്സ എന്ന് പറയുന്ന ക്ലബിന് കൂടുതൽ പ്രശസ്തിയും അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. ശരിക്കും എങ്ങനെയാണ് ഈ ക്രൈഫ് ബാഴ്സലോണയിലേക്ക് എത്തുന്നത്? ആസ് എ പ്ലെയർ, ആസ് എ മാനേജർ, എങ്ങനെയാണ് ഈ ക്രൈഫിൻ്റെ കാര്യങ്ങളൊക്കെ? ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ക്രൈഫ് വരിക എന്ന് പറഞ്ഞത് അത് ഭയങ്കര വലിയൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് തന്നെയാണ്. കാരണം ക്രൈഫ് ബാഴ്സക്ക് ഒരു പ്ലെയറായിട്ടും മാനേജറായിട്ടും വലിയൊരു അസറ്റ് തന്നെയാണ്. അതായത് ക്രൈഫ് ബാഴ്സയിലോട്ടൊരു പ്ലെയറായിട്ട് വരുന്ന സമയത്ത് ക്രൈഫ് ഒരുപാട് ട്രോഫീസ് ബാഴ്സക്ക് നേടിക്കൊടുത്തിട്ടാണ് ടീമിൽ നിന്ന് പോണത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ടീമിൽ എപ്പോഴും ക്രൈഫിലുണ്ടായിരുന്നു ഉള്ളത് നമുക്ക് പിന്നീട് ഭാവിയിൽ കാണാൻ പറ്റും. ക്രൈഫ് ക്ലബ്ബ് വിട്ട് ഇറങ്ങിയ ശേഷം തൻ്റെ മാനേജിങ് കരിയർ തുടങ്ങുന്നുണ്ട്. 1985 ക്രൈഫ് അദ്ദേഹത്തിൻ്റെ മാനേജിങ് കരിയർ അല്ലെങ്കിൽ കോച്ചിങ് കരിയർ തുടങ്ങുന്നത്. അത് അയാക്സിൽ വെച്ചാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അയാക്സിൽ നിന്ന് പിന്നീട് അദ്ദേഹം 1988 ബാഴ്സലോണയിലോട്ട് മാനേജറായിട്ട് വരുന്നത്. അപ്പോൾ ഈ 1988 ബാഴ്സിൻ്റെ മാനേജറായിട്ട് വരുന്നതിൻ്റെ മുന്നേ ബാഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ക്രൈഫ് വരുന്നതിൻ്റെ 14 വർഷം മുന്നേ, അതായത് ക്രൈഫ് വരുന്ന വരെയുള്ള 14 വർഷം ബാഴ്സക്ക് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ആകെ ആ 14 വർഷത്തിൽ ബാഴ്സക്ക് ലഭിച്ചത് ഒരു ലാലിഗ ട്രോഫി മാത്രമാണ്. അപ്പോൾ അത്രയും അതമ്പതിച്ച് നിൽക്കുന്ന ഒരു ടീമായിരുന്നു ആ സമയത്ത് ബാഴ്സ എന്ന് പറയുന്നത്. അതെ, അങ്ങനത്തെ സിറ്റുവേഷനിലായിരുന്നു ബാഴ്സ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലബിനെ റീബിൽഡ് ചെയ്യാന്നുള്ളത് ക്ലബിൻ്റെ മാനേജ്മെന്റിന് മാത്രമല്ല ഫാൻസിനായാലൊക്കെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ക്രൈഫ് വരുന്നത് തൊട്ട് മുന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് കാറ്റലോണിയയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ക്ലബ് മാനേജ്മെൻറ്റും ക്ലബിലെ കുറച്ച് പ്ലെയേഴ്സും അതുപോലെ പ്രസ്സൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്താം. അവിടെ വെച്ചിട്ട് പുതിയ തീരുമാനങ്ങൾ കുറേ എടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ സമയത്തെ കോച്ചിനെ സാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സമയത്ത് ടീമിലുണ്ടായിരുന്ന 24 പ്ലെയേഴ്സിൽ 14 പ്ലെയേഴ്സിനെയും ഒഴിവാക്കിയിട്ട് 10 പ്ലെയേഴ്സും മാനേജറില്ലാത്തൊരു ടീമായിട്ട് ബാഴ്സ അവിടുന്ന് ആ മീറ്റിംഗ് പിരിച്ചു വിടാം. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു പുതിയ മാനേജറെ കൊണ്ടുവരണം, അതുപോലെ ടീമിനെ റീബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരക്കം വാച്ചിലായിരുന്നു പിന്നീട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ മാനേജർ പോസ്റ്റിലോട്ട് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് അതെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രയും താഴ്ന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത്രയും അതെ ആ ബാഴ്സലോണ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ബാഴ്സലോണയെ തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പാണല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പോൾ പിന്നെ മാനേജ്മെന്റ് നല്ലൊരു മാനേജർ വേണ്ടി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് കണ്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ക്ലബിൻ്റെ പഴയ ലെജൻഡായിട്ടുള്ള പ്ലെയർ തന്നെ ആയിട്ടുള്ള യോഹാൻ ക്രൈഫിനാണ്. അപ്പോൾ യോഹാൻ ക്രൈഫ് ആ സമയത്ത് മാനേജിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ള 85 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ, അയാക്സിന് വേണ്ടി. അങ്ങനെ അയാക്സിൽ അദ്ദേഹം ഒരു 3-4-3 ഫോർമേഷനിലായിരുന്നു ടീമിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ടീം വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ ബാഴ്സയുടെ ടീം റീബിൽഡ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഏറ്റവും മികച്ച ഒരാൾ ക്രൈഫ് തന്നെ ആണെന്ന് മാനേജ്മെന്റ് മനസ്സിലാക്കിയിട്ട് ക്രൈഫിനെ ടീമിൽ ബാഴ്സലോണയിലേക്ക് മാനേജ്മെന്റ് എത്തിക്കാം. അപ്പോൾ അത് പിന്നീട് ബാഴ്സയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു മാനേജറെ സൈൻ ചെയ്യാന്നുള്ളതാണ് പിന്നീട് കണ്ടത്. ചരിത്രത്തിൽ ഏറ്റവും മികച്ച ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും വർഷം ബാഴ്സലോണ എന്ന ക്ലബിനെ കോച്ച് ചെയ്ത ഒരു ട്രെയിൻ ചെയ്ത ഒരു മാനേജർ എന്നുള്ള ഇതിലേക്ക് എത്താണ്. ശരിക്കും വേറൊരു ന്യൂ എറ സ്റ്റാർട്ട് ചെയ്യാണ്. ബാഴ്സലോണ എന്ന് പറഞ്ഞ ക്ലബിലേക്ക് ക്രൈഫ് എത്തുന്നതോടുകൂടി ക്രൈഫിന്റെ പ്രഷർ മാത്രമല്ല, ആസ് എ ഫാൻസിനായാലും അത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആസ് എ മാനേജർ ക്രൈഫിന് അത്രത്തോളം വലിയ പ്രഷറിലേക്കാണ് ക്രൈഫ് ചെല്ലുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ അത്രയും മികച്ചൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് കളിച്ചിരുന്നപ്പോൾ ലെജൻഡ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് ഇമാജിൻ കരിയറിലും അദ്ദേഹം കൊണ്ടുവരുന്നത് അന്ന് ബാഴ്സലോണയുടെ ഫാൻസ് മാനേജ്മെന്റ് ഒക്കെ അന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെ, കാരണം അയാക്സിലാണ് അദ്ദേഹം ഇതിന് മുന്നേ മാനേജ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോച്ച് ചെയ്തിരുന്നത്. അവിടെയും അദ്ദേഹം അത്യാവശ്യം നല്ല എന്താ പറയുക കോച്ചിങ് രീതി തന്നെയാണ്, അതെ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ അതിൽ മികച്ചൊരു പെർഫോമൻസ് ക്ലബിന് ലെജൻഡ് ആയിട്ടുള്ള ക്രൈഫിന് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് എക്സ്പെക്ടേഷൻ ഫാൻസിന് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാനേജ്മെന്റും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ ബാഴ്സിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബാഴ്സിന്റെ മാനേജർ സീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് സീറ്റാണ്, ഭയങ്കര പ്രഷറുള്ള സീറ്റാണ്. അതായത് ഒരു തോൽവി മതി സ്ഥാനം പോവാൻ, അത്രയും ഹോട്ടായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. അപ്പോൾ ക്രൈഫ് വന്നിട്ട് ക്രൈഫ് ബാഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണത് ഒരു പുതിയ ടൈപ്പ് ഓഫ് വൺ ടച്ച് ഫുട്ബോളാണ്. അപ്പോൾ ആ വൺ ടച്ച് ഫുട്ബോൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ പ്ലേയിങ് സ്റ്റൈലിനെ എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിനെ വേണം ടീമിൽ. അതായത് പെട്ടെന്ന് പാസ് കൊടുത്ത് ആ ഒരു ടീം പ്ലേയിൽ സിങ്ക് ആവുന്ന പ്ലേയേഴ്സിന് ഒരുപാട് അദ്ദേഹത്തിന് മനസ്സിലൊരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈലിന് ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിന് അദ്ദേഹത്തിന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അദ്ദേഹത്തിന് കണ്ണിൽപ്പെടുന്നത് PSV എന്തോവനിലെ റൊണാൾഡോ കോമൻ, അതായത് ഇന്നത്തെ ഇതിഹാസമാണ്. കോമനെയാണ് അദ്ദേഹത്തിന് കണ്ടുപിടുന്നത്, ഡിഫൻഡറാണ്. അപ്പോൾ കോമൻ കളിച്ച സമയത്ത് ഡിഫൻഡറായിട്ട് കളിക്കുമ്പോൾ പോലും അദ്ദേഹം ആ സീസണിൽ PSVയിൽ 21 ഗോളാണ് ഡിഫൻഡറായിട്ട് അടിച്ചിട്ടുള്ളത്. അതൊരു ചില്ലറ കാര്യമല്ല. അതെ, അപ്പോൾ അവിടുന്ന് PSV എന്തോന്ന് അങ്ങനെ കോമനെ ബാഴ്സയിലേക്ക് എടുക്കുകയാണ്, ബാഴ്സ സൈൻ ചെയ്യാണ് ക്രൈഫ്. അപ്പോൾ ഡിഫൻഡറായി. പക്ഷേ ഡിഫൻഡറിന് കളി ബിൽഡപ്പ് ചെയ്ത് വന്ന് പ്ലേ മേക്ക് ചെയ്യാൻ, അതായത് ആ ഫോർവേഡിന് ആ ഫിനിഷ് ചെയ്യാനുള്ള പ്ലേ മേക്ക് ചെയ്യാൻ ഒരാളും കൂടി വേണം. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്താണ് മൈക്കിൾ ലോഡ്രിപ്പ് പറഞ്ഞ മറ്റൊരു ഇതിഹാസത്തെ. അതെ, അപ്പോൾ ഫാൾസ് നയൻ, അതായത് നമ്മൾ പിന്നീട് ബാഴ്സന്റെ ചരിത്രത്തിൽ പിന്നീട് കണ്ടിട്ടുള്ളതാണ് പെപ്പ് ഗാർഡിയോള എന്ന് പറഞ്ഞ വലിയൊരു കോച്ച്. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഫാൾസ് നയൻ, അതെ ക്രൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ ഫാൾസ് നയൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്രൈഫിന്റെ ഫാൾസ് നയൻ. അതായത് കളി ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ ഉപരി, അതായത് ആ പ്ലെയർ ബോൾ ഫിനിഷ് ചെയ്യുക, അതിനേക്കാൾ ഉപരി പ്ലേ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, ബിഗ് ചാൻസസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശൈലിയുടെ പ്രത്യേകത. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് ഒരാളാണ്. അവിടെയാണ് മൈക്കിൾ ലോഡ്രിപ്പിനെ ക്രൈഫ് ബാഴ്സയിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ബാഴ്സയിലോട്ട് എത്തിക്കുന്നു. ഫസ്റ്റ് സീസണിൽ തന്നെ ഇവർ രണ്ടാൾക്കാരും വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവസാനം 1990 കോപ്പ ഡെൽ റേ ഫൈനലില് റയൽ മാഡ്രിഡിനെ ബീറ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞല്ലോ ബാഴ്സ പതനത്തിന്റെ അങ്ങേ അറ്റത്താണ്, ഒറ്റ ട്രോഫിയേ ഉള്ളൂ. പക്ഷെ റയൽ മാഡ്രിഡ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു, അതായത് നമ്മൾ പിന്നീട് കണ്ട റയൽ മാഡ്രിഡ് അതുപോലെ തന്നെ ഒരു അതായത് പ്ലെയേഴ്സിന്റെ സമ്പന്നമായ ഒരു താരനിര തന്നെയുള്ള സമയം തന്നെയായിരുന്നു അതും. അപ്പോൾ അങ്ങനത്തെ റയൽ മാഡ്രിഡിനെ കോപ്പ ഡെൽ റേ ഫൈനലിൽ ബീറ്റ് ചെയ്തിട്ട് പുതിയൊരു ടീമായി ബിൽഡ് ചെയ്തിരുന്ന ബാഴ്സലോണ ബീറ്റ് ചെയ്ത് കപ്പ് നേടുകയാണ്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് എന്താ പറയാ ബാഴ്സയുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കം ഒരു ലക്ഷണമായിട്ട്, അതെ അങ്ങനെയായിരുന്നു. ഹിസ്റ്ററിയിൽ എന്നും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ പുതിയ പ്ലേയേഴ്സിന് ഇനിയും ഓരോ സീസൺ കഴിയുന്നതോറും അതെ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന അനിവാര്യം തന്നെയാണ്. അപ്പോൾ ക്രൈഫ് പഠിച്ചൊരു കാര്യമുണ്ട്, അതായത് ഓരോ പ്ലേയേഴ്സിന്, അതായത് ഇപ്പോൾ റയൽ മാഡ്രിഡ് നമുക്കറിയാം അവരെങ്ങനെയാ വെച്ചാല് നല്ല പ്ലേയേഴ്സിന്, അതായത് വലിയ വലിയ ക്ലബ്ബുകൾ കളിക്കുന്ന പ്ലേയേഴ്സിന് പൈസ എറിഞ്ഞ് പ്ലേയേഴ്സിനെ ടീമിലോട്ട് എത്തിക്കാം. പക്ഷെ ബാഴ്സ പണ്ട് നമ്മൾ ഇന്നും ഒരുപാട് കണ്ടിട്ടുള്ള കാര്യമാണ്, അവർക്കൊരു അക്കാഡമി ഉണ്ട്, ലാമാസിയ എന്ന് പറഞ്ഞിട്ട്. ലാമാസിയ എന്ന് പറഞ്ഞ അക്കാഡമി നമ്മൾ ഇന്ന് കാണുന്ന അക്കാഡമി പോലെ ഭയങ്കര വലിയ അക്കാഡമി ഒന്നല്ല. അതെ, അന്നത്തെ ലാമാസിയ എന്ന് പറഞ്ഞ നമ്മളെ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അത് ക്യാമ്പിനോട് അടുത്തുള്ള ഒരു ഏരിയ ആയിരുന്നു അത്.
അപ്പോൾ ലാമാസിയ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ ഒരു ഫാം ഹൗസ് എന്നാണ്. അപ്പോൾ ലാമാസിയിൽ ഇദ്ദേഹം വന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ കൂടുതലും അതായത് കുട്ടികളെ കളി പഠിപ്പിക്കുന്ന സമയത്ത് 3-4-3 എന്ന് പറഞ്ഞ ഫോർമേഷനിൽ, അതായത് അന്നത്തെ സമയത്ത് ബാഴ്സയുടെ മെയിൻ ഫോർമേഷനാണ് 3-4-3. അതെ, ബാഴ്സ എ ടീമിന്റെ, ബാഴ്സന്റെ മെയിൻ ഫോർമേഷൻ 3-4-3. അപ്പോൾ ആ ഫോർമേഷനിലോട്ട് അല്ലെങ്കിൽ ലാമാസിയിൽ കളിച്ചു വരുന്ന പ്ലേയേഴ്സിനെ പിന്നീട് എ ടീമിലോട്ട് എടുക്കുക, അതെ കളിക്കാൻ എന്താ പറയുക ഓല ആപ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശൈലിയിലോട്ട് എത്തിക്കാൻ 3-4-3 പറഞ്ഞ ഫോർമേഷനിൽ കുട്ടികളെ ലാമാസിയിൽ കളിപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ പുതിയൊരു വൺ ടച്ച് ഫുട്ബോൾ ശൈലിയാണ് ക്രൈഫ്. അതെ, ടോട്ടൽ ഫുട്ബോളിലോട്ട് എത്തുകയാണ് ക്രൈഫ്. അപ്പോൾ അതിന്റെ ഒരു തുടക്കമായിട്ട് വൺ ടച്ച് പാസുകൾ കൊണ്ടുള്ള അതെ ഒരു മാല തീർക്കുകയാണ് ക്രൈഫ്. അപ്പോൾ അതിനോട് എന്താ പറയാ ആപ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ടീമിലോട്ട് വേണമല്ലോ, ചെറുപ്പം മുതലേ പോലെ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3-4-3 ഫോർമേഷനിൽ കളിച്ച് കൂടുതൽ വൺ ടച്ച് പാസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്ലേ കളിപ്പിക്കാൻ വേണ്ടി ലാമാസിയുള്ള കോച്ചുമാരോട് യോഹാൻ ക്രൈഫ് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം, അല്ലെങ്കിൽ എന്താ പറയാ അവിടുന്ന് വന്ന ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയല്ലോ, അങ്ങനെ ഒരു സംഭവമായിരുന്നു നമ്മൾ പിന്നീട് കണ്ട പെപ് ഗാർഡിയോള. ഏറ്റവും മികച്ച കോച്ചും അതുപോലെ തന്നെ പ്ലെയറായി കളിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്ലേ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടീം ഉണ്ടാക്കി കൊടുത്ത്, ഒരുപാട് ട്രോഫി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ട്രോഫികളിലോട്ട് ടീമിനെ എത്തിച്ച അതെ മാനേജർ ആയിട്ടുള്ളത് ഗാർഡിയോള തന്നെയാണ്. അപ്പോൾ ലാമാസിയിലൂടെയാണ് ഗാർഡിയോള ഉണ്ടായിരുന്നത്. അപ്പോൾ ലാമാസിയയിൽ നിന്ന് പെപ്പ് മെയിൻ ടീമിലോട്ട് പെപ്പിനെ എടുക്കുന്നുണ്ട്. പെപ്പ് നമുക്കറിയാം, അതായത് തീരെ പേസ് ഇല്ലാത്തൊരു പ്ലെയറാണ്, സ്ട്രെങ്ത് ഇല്ലാത്തൊരു പ്ലെയറാണ്. അതായത് അതെ നമുക്ക് പെപ്പിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് പിന്നീട് നമ്മളെ ബുസ്കറ്റ്സ് ഒക്കെ വന്നല്ലോ, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ പറയാ തിങ്കിങ് അബിലിറ്റി, പാസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട്ടൊക്കെയാണ് പാസ്. അതായത് ക്രൈഫ് പറയുന്നുണ്ട് എന്താണ് ഒരു ബേർഡ്സ് ഐ ആണ് പെപ് ഗാർഡിയോളക്ക് എന്നുള്ളതാണ്. അതായത് ഒരു ഗ്രൗണ്ടിന്റെ ടോപ്പ് വ്യൂ പെപ് ഗാർഡിയോളക്ക് ഉണ്ടെന്ന് മറ്റു പലരും പിന്നീട് പറയുന്നുണ്ട്. അപ്പോ അതായത് ഡിഫൻസ് ഓപ്പോസിറ്റ് ടീമിലെ ഡിഫൻസ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പാസുകൾ ഒരുപാട് കൊടുത്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ് കൊടുക്കുന്ന ആ ഒരു സംഭവം അത് ഒരുപാട് പെപ് ഗാർഡിയോള ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പെപ് ഗാർഡിയോള വന്ന സമയത്ത് തന്നെ, അതായത് അപ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ, അതായത് ഡീപ് ലൈൻ പ്ലേ മേക്കർ എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് പെപ്പിനെ ടീമിലോട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോഡറപ്പ് വന്നു, ലോഡറപ്പ് പ്ലേ മേക്കറാണ്. കോമൻ വന്നു ഡിഫൻഡർ ആയിട്ട്, ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ ആയിട്ട് പെപ് ഗാർഡിയോള വന്നു. അപ്പോൾ ഇനി ഒരു ഫിനിഷറെ വേണം, ഒരു സ്ട്രൈക്കറെ വേണം. അപ്പോൾ ആ പൊസിഷനിലോട്ട് ആരാണ് ഏറ്റവും നല്ല രീതിക്ക് സ്യൂട്ട് ആവാൻ നോക്കണ സമയത്ത് ക്രൈഫിന്റെ കണ്ണിൽ ആദ്യം പെടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്റ്റോസ് സ്റ്റോയിച്ച്കോവ് ആണ്. അതെ, അപ്പോൾ സ്റ്റോയിച്ച്കോവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയാ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറിനാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ടോപ്പ് അല്ലെങ്കിൽ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയം തന്നെയാണ് അത്. അദ്ദേഹം ബാഴ്സയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ ടീമിലോട്ട് എത്തിക്കുകയാണ് ക്രൈഫ്, യോഹാൻ ക്രൈഫ്. എല്ലാ പൊസിഷനിലും ക്രൈഫിന് വേണ്ട പ്ലെയേഴ്സ്, അതായത് പുതിയൊരു ഡ്രീം ടീം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ക്രൈഫ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റോയിച്ച്കോവിനെ ടീമിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോയിച്ച്കോവിനെ ടീമിലോട്ട് എത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പദമാണ്. അതിന്റെ ഫലം പിന്നീട് ആയതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കളീന്റെ ഇടയ്ക്ക് എന്താ പറയാ റഫറി ആയിട്ടുള്ള തർക്കത്തിനുണ്ട്, റഫറിയെ ചവിട്ടിയിട്ട് 2 മാസത്തെ ബാന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് സ്റ്റോയിച്ച്കോവ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഒരു സ്റ്റോയിച്ച്കോവ് വന്നു, കോമൻ വന്നു, അങ്ങനെ കുറെ ഈ പ്ലേയേഴ്സ് ഒക്കെ വന്ന് ഇവര് ടീമിനെ എന്താ പറയാ ഒരു പുതിയൊരു ഡ്രീം ടീമിനെ ആയി ബാഴ്സ എന്നുള്ളത്. അങ്ങനെ ബാഴ്സയുടെ ആ ഒരു ഉയർച്ച വന്നുകൊണ്ടേയിരുന്നു. അത് ബാഴ്സ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. അതെ, ബാഴ്സലോണ ബാക്ക്, എന്താ ബാഴ്സലോണ ഈസ് ബാക്ക്, അവരൊരു ഉയർച്ചയുടെ സമയമായിരുന്നു അത്. അതെ, ക്രൈഫ് റീബിൽഡ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ആ ക്രൈഫ് റീബിൽഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് നമ്മൾ പറഞ്ഞല്ലോ ആ സമയത്തെ എന്താണ് ഏറ്റവും വലിയ ശക്തികളൊന്നാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ റയൽ മാഡ്രിഡിലെ അന്നത്തെ അവസ്ഥ, അതായത് നമ്മൾ പറഞ്ഞു നമ്മളെ കോപ്പ ഡെൽ റേയില് തോൽവിയോട് കൂടി പിന്നീട് റയലിന് ഉള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി, മാനേജ്മെന്റും മാനേജറും പ്ലേയേഴ്സും ഒക്കെ തമ്മിൽ. അപ്പോൾ ഈ പ്രശ്നം കൊണ്ട് തന്നെ അതായത് ഈ ബാഴ്സ ഈ കപ്പ് അടിച്ച് കയറുന്ന സമയത്ത് തന്നെ 2 തവണ
റയൽ മാഡ്രിഡിന്റെ മാനേജറെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നീട് വീണ്ടും എന്താ പറയാ റയലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാനായിട്ടാണ്. കാരണം മാനേജർ മാറുന്നതനുസരിച്ച് അവരുടെ കളിശൈലികളും മറ്റു സംഭവങ്ങളൊക്കെ മാറുന്നതും ഒരു മാനേജറായിട്ട് എന്താ പറയാ സിങ്കായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്തതുകൊണ്ട് സാക്ക് ചെയ്യും. അപ്പോൾ അടുത്ത മാനേജർ വരും. അത് ആ ഒരു പെർഫോമൻസിന്റെ ഓവറോൾ പെർഫോമൻസിനെ ബാധിച്ചിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല ആ സാഹചര്യത്തിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ബാഴ്സലോണ വരുന്ന ക്ലബ്ബ് വായസ കേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് നമ്മള് പറഞ്ഞല്ലോ റയൽ ഇങ്ങനെ പെർഫോമൻസ് ഡൗൺ ആവുന്നത് അടിയിലേക്ക് അവർ വരികയാണ്. അങ്ങനെ ആ ഭാഷയുടെ ഉയർച്ചനെ നമ്മൾ പിന്നീടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ 1988 ക്രൈഫ് വന്നു. അങ്ങനെ 1990 ഫെബ്രുവരി 26 ക്രൈഫിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവമാണ് അത്. കാരണം നമുക്ക് ഒരിക്കലും എന്താ പറയാ അത് അൺഎക്സ്പെക്ടഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ടൈം നമ്മൾ ക്രൈഫിനെ കാണുമ്പോൾ ക്രൈഫ് സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഫുൾ ടൈം സ്മോക്കിംഗ് ആ ഒരു ഹാബിറ്റുള്ള ഒരാളാണ് ക്രൈഫ്. നമ്മൾ എപ്പോൾ നോക്കിയാലും ക്രൈഫിനെ സ്മോക്ക് ചെയ്യുന്ന ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗരറ്റ് പിടിച്ച ക്രൈഫിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയാണ്. പക്ഷെ സർജറി കഴിഞ്ഞ് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് മാനേജ് ചെയ്യാൻ വായസിനെ കോച്ച് ചെയ്യാൻ തിരിച്ചു വരുന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോ പിന്നീട് നമ്മൾ കണ്ടത് ബാഴ്സയുടെ ഒരു എന്താ പറയാ ചെറിയൊരു ഇടവേള എടുത്തപ്പോൾ പോലും ഒന്നും ബാഴ്സലോണക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ടോ ആ ഒരു അടിത്തറ പാകിയിട്ടാണ് ക്രൈഫിന് ഈ സംഭവം വരുന്നത്. അപ്പൊ വലിയ വിഷയമല്ലായിരുന്നു. അപ്പോൾ ക്രൈഫ് ഹാർട്ട് അറ്റാക്ക് വന്ന് അതിനുശേഷം അദ്ദേഹം സർജറി കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹം പിന്നെ നമ്മൾ കാണുന്ന അതെ സിഗരറ്റിന് പകരം ലോലിപോപ്പ് ഫുൾ ടൈം. പിന്നീട് നമ്മള് ഫോട്ടോ കാണുന്ന അത് അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ ഒരു ആഡില് ഒരു കാറ്റലോണിയയിലെ ഒരു ടിവിയിലെ ഒരു ആഡില് നമ്മളെ സിഗരറ്റിന്റെ പാക്കറ്റിനെ കിക്ക് ചെയ്തുകൊണ്ടുള്ള അത് കാലുകൊണ്ട് കിക്ക് കൊക്കോളൊക്കെ ഒഴിവാക്കി വെച്ചത്. അതുപോലെ ഒരു സിഗരറ്റ് പാക്കറ്റിനെ കിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു തെറിച്ചു പോകുന്ന ഒരു ആഡ് അങ്ങനെ ആഡ് അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ ക്രൈഫ് തിരിച്ചു വരികയാണ്. ക്രൈഫ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ കപ്പ് വാരിക്കോരുന്ന ഒരു ബാഴ്സനെയാണ്. അവർ ലാലിയ കപ്പടിക്കുന്നു, യുഎഫ കപ്പ് ജേതാക്കളാകുന്നു. ഈ സമയത്തൊക്കെ പെപ്പ് മെയിൻ ടീമിലുണ്ട് കേട്ടോ. പെപ്പ് ഡീപ് ലൈൻ പ്ലേ മേക്കർ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ടിക്കിടാക്ക ക്രൈഫിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഒരു ഡ്രീം ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ടിക്കിടാക്കയോട് എന്താ പറയാ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു ബാഴ്സക്ക് കളി എന്ന് പറഞ്ഞത്. അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയാ പെട്ടെന്നുള്ള പാസ്സുകളാകുമ്പോൾ അത് സ്പീഡ് പാസും വൺ ടച്ച് പാസ്സാണ്. അധികം ഒരാളെ കാല് പന്ത് വെക്കുന്നില്ല. അപ്പോൾ അത് ബാക്കിയുള്ള ഒപ്പോണന്റ് ടീമിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവരെ പ്രഷറൈസ് ചെയ്യാൻ അവർ പ്രഷർ ചെയ്യും ആ സമയത്ത്. മാത്രമല്ല ഈ ടീമിന്റെ എന്താ പറയാ ആ ഒരു ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ടിക്കറ്റാക്ക അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രൈഫിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ 1992 മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ബാഴ്സക്ക് ഒരു യൂറോപ്യൻ കപ്പ് ഫൈനല് നേടേണ്ടി വരികയാണ്. അപ്പോൾ അന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ശരിക്കും അതെ അത്രയും എന്താ പറയാ റെഡ് ഡെവിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അർത്ഥം. ആ റെഡ് ഡെവിൾസ് എന്നുള്ള ഒരു സംഭവം അതുപോലെ കാണുമ്പോൾ ആ ടീമിനെ കാണുമ്പോൾ നമുക്ക് കിട്ടും. അത്രയും എന്താ പറയാ ഭയാനകമായ ടീം തന്നെയായിരുന്നു. അങ്ങനെ ഒരു വലിയ ടീം തന്നെയായിരുന്നു അന്നത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും. അതുപോലെ തന്നെ പ്രൈമിൽ നിൽക്കുന്ന ആ സമയത്തെ പ്രൈമിലെ ബാഴ്സയും. അങ്ങനെ ബാഴ്സയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും 92 യൂറോപ്യൻ കപ്പ് ഫൈനൽ കളിക്കാണ്. അങ്ങനെ ആ ഫൈനലില് 90 മിനിറ്റ് ഡെഡ് ലോക്കാണ് 0-0 ഇല്ലേ. അങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് കിടക്കുകയാണ്. എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിൽ 112ാമത്തെ മിനിറ്റില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോക്സിന്റെ പുറത്തുനിന്ന് ബാഴ്സക്ക് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അതാണ് ആ കളിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഫ്രീ കിക്ക് ആയിട്ട് പിന്നെ ആ ഒരു ഫ്രീ കിക്ക് മാറാണ്. അതായത് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു റൊണാൾഡോ കോമൻ, അതായത് PSVന്ന് ക്രൈഫ് സൈൻ ചെയ്യുന്ന അതിന്റെ ആദ്യത്തെ സൈനിങ് ആണ് കോമൻ. അങ്ങനെ 21 ഗോൾ അടിച്ച ഡിഫൻഡർ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം ആ PSVയിലെ മെയിൻ സെറ്റ് പീസ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് ആര് കോമൻ. അത് 21 ഗോൾ അടിച്ചാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ആ സെറ്റ് പീസ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ആ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റിന്റെ എന്താ പറയാ ആ ഒരു കഴിവ് കാണിക്കേണ്ട അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ ആ കഴിവ് കാണിക്കേണ്ട നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നത്. അപ്പോൾ ഒന്നും നോക്കാനില്ല, 112 മിനിറ്റിലൊക്കെ കിട്ടുകയാണ്. അതെങ്ങനെയായാലും ഫിനിഷ് ചെയ്ത ബാഴ്സ വിജയിച്ചു, ചാമ്പ്യന്മാരാണ് ഫൈനലില്. അങ്ങനെ ആ പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് നിൽക്കുന്ന ഫ്രീ കിക്ക് ലെഫ്റ്റ് സൈഡിലോട്ട്, ഗോൾ പോസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ അടിച്ച് കയറ്റാണ് കോമൻ. കീപ്പറിന് ഡൈവ് ചെയ്തെങ്കിൽ പോലും ആ പന്തിലോട്ട് എത്താൻ സാധിക്കില്ല, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്. അതെ, ഒരു വെടിയുണ്ട കണക്കെയാണ് ആ പന്ത് പോയത്. അങ്ങനെ സെലിബ്രേഷൻ കഴിഞ്ഞ് ബാക്കി 1-2 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ വന്ന് നിൽക്കുമ്പോൾ അവരെ മുഖത്തുള്ള ഒരു പുഞ്ചിരി നമുക്ക് കാണാം. അതായത് ജയിച്ചു എന്നുള്ള ഒരു സംഭവം. ക്ലബ്ബ് തിരിച്ചു വരികയാണ്. അതെ, അങ്ങനെ അതായത് തിരിച്ചു വന്ന് ഫൈനലിലെത്തി കപ്പ് നേടുക. അങ്ങനെ ആ വിസിലടിക്കുമ്പോൾ കപ്പ് നേടുകയാണ്. യൂറോപ്യൻ കപ്പ് അടിക്കുകയാണ് 92, രണ്ടാമത് യൂറോപ്യൻ കപ്പാണത്. അങ്ങനെ അതടിച്ച് കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാല് കപ്പ് ഇങ്ങനെ അവരെ വയ്യ വരണം. നമ്മൾ പറഞ്ഞു ഇതിന് മുന്നേയും ആ പ്രൈമിൽ കയറി നിൽക്കിലും ആ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മൊത്തത്തില് 3 സൈനിങ്സ് ആണ് നടത്തിയത്. ഒന്ന് ഫസ്റ്റ് നടത്തിയ സൈനിങ് കോമൻ, പിന്നെ മൈക്കിൾ ലോഡ്രപ്പിനെ ഇവിടെ നിന്നു, പിന്നെ അതുപോലെ തന്നെ സ്റ്റോയിസ്കോവിനെ കൊണ്ടു സ്ട്രൈക്കറായിട്ട്. ഒരു സ്ട്രൈക്കറേയും കൂടി ടീമിന് ആവശ്യമായിരുന്നു ആ ഒരു ഡ്രീം ടീം ബിൽഡ് കംപ്ലീറ്റ് ആക്കാൻ. അങ്ങനെ ഒരു സ്കൗട്ട് ചെയ്യുന്ന സമയത്താണ് റൊമാരിയോ എന്ന് പറഞ്ഞ ബ്രസീലിയൻ ലെജൻഡിനെ കാണുന്നത്. ബ്രസീലിയൻസിനെ പറ്റി പറയുമ്പോൾ എന്തായാലും റൊമാരിയോ എന്നല്ല, ബാഴ്സലോണ ഏത് സാഹചര്യത്തിലായിരുന്നു, അതായത് ബാഴ്സലോണക്ക് എപ്പോഴൊക്കെ ഒരു ഗോൾഡൻ എറാസ് അല്ലെങ്കിൽ ബാഴ്സയുടെ പ്രൈം എറ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ബാഴ്സലോണ എപ്പോഴൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ ആ സാഹചര്യത്തൊക്കെ എപ്പോഴെങ്കിലും ബ്രസീലിയൻ പ്ലെയറിന്റെ ഒരു ഇമ്പാക്ട് നല്ല ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെ നമുക്ക് എന്താ പറയാ ഓരോ തിരിച്ചുവരവിന്റെ ബാഴ്സ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ സമയത്ത് അവിടെ വന്നത് റൊമാരിയോ ആണ്. റൊമാരിയോനെ 12 മില്യൺ യൂറോസ് കൊടുത്തിട്ടാണ് ബ്രസീലിയൻ ലീഗ്. അല്ല, കാരണം ഒരു യങ്സ്റ്റർ ആണ് ആ സമയത്ത് റൊമാരിയോ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ടാലന്റ് ആണെന്ന് തോന്നിയോണ്ട് തന്നെയാണ് ക്രൈഫ് ടീമിലോട്ട് എത്തിക്കുന്നത്. വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ അതിനുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് എത്താൻ പറ്റൂലല്ലോ. ആ ചെറുപ്രായത്തിൽ തന്നെ ക്രൈഫിന് ടീമിലെത്താണ് 12 മില്യൺ യൂറോസ് കൊടുത്ത്. അപ്പോൾ ഒരു നമുക്ക് ബാഴ്സയുടെ ട്രയോ എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്നത് മെസ്സി നെയ്മർ സുവാരസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക മറ്റൊരു ഗോൾഡൻ എറയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ അതിന് മുന്നേ ഒരു ട്രയോ ഉണ്ടായിരുന്നു, അത് അധികം ആർക്കും അറിയാത്ത ട്രയോ ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ ലാസ്റ്റ് വന്ന 3 സൈനിങ്സ് അറ്റാക്കിങ്ങിൽ വന്ന, അതായത് ഫസ്റ്റ് വന്നത് മൈക്കിൾ ലോഡ്രപ്പാണ്, പിന്നെ അതിനുശേഷം സ്റ്റോയിസ്കോവ് വന്നു, ഇപ്പോൾ ലാസ്റ്റ് റൊമാരിയോ വന്നു. ഈ ഒരു ട്രയോ ഇത് എംഎസ്എന്റെ മുന്നേ വന്ന മറ്റൊരു എന്താ പറയാ ഭയാനകജനകമായ ശരിക്കും എല്ലാരും തച്ചു തകർത്ത് ചാരമാക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ഒരു ട്രൈ ആയിരുന്നത്. റൊമാരിയോന്റെ വരവ് നയിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് റയൽ മാഡ്രിഡിനായിട്ടാണ്. എൽ ക്ലാസിക്കോ അറിയാലോ, അന്നത്തെ നമ്മൾ പറഞ്ഞു റയൽ മാഡ്രിഡ് അവിടെ തകർച്ചയുടെ പാതയിൽ തന്നെയാണ്, ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ എന്നാലും അവർക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ താരസമ്പന്നമായ ഒരു ടീം തന്നെയാണ് റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അന്നത്തെ റയൽ മാഡ്രിഡിന് 5-0 ബാഴ്സലോണ തകർത്തിടുന്നുണ്ട്. അതിൽ ഒരു ഹാട്രിക് അടിച്ച് റൊമാരിയോ എന്താണ് എൽ ക്ലാസിക്കോയിൽ എന്റെ വരവ് അറിയിക്കുന്നുണ്ട്. ആ ചെറുപ്രായത്തില് എൽ ക്ലാസിക്കോയില് ചാമ്പലാക്കാണ് റയൽ മാഡ്രിഡിനെ ബാഴ്സ. പിന്നെ അപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ട്രയോ വന്നു, അതേപോലെ ഡിഫൻസ് സെറ്റായി, മിഡ്ഫീൽഡില് പെപ് ഗാർഡിയോള വന്നു, ടീം ഒരു ഡ്രീം ടീം ആയി മാറി. അതായത് ക്രൈഫിന്റെ ഡ്രീം ടീം ആയി മാറി അന്നത്തെ ബാഴ്സ. അതെ, പേടിക്കുന്ന ഒരു ബാഴ്സ. അപ്പോ അങ്ങനത്തെ ഒരു ബാഴ്സ നമുക്കറിയാം. നമ്മൾ ഒരിക്കലും ഒരു മാച്ച് തോൽക്കും വിചാരിച്ചല്ല. അത് നമ്മള് എന്താ പറയാ ഒരു മാച്ച് പോകുമ്പോ തോൽവി എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ മൈൻഡിൽ എവിടെയില്ല. ആ ഒരു പ്ലേയേഴ്സിനായാലും ആ മാനേജ്മെന്റിനായാലും ഫാൻസിനായാലും തോൽക്കുക അതെന്താ സാധനം, അത് തോൽവി അറിഞ്ഞിട്ട് കുറെ ആയി ബാഴ്സ. അങ്ങനെ ജയിച്ചു കയറി വരാണ്. അപ്പോൾ 1994 വർഷം 1994 UCL ഫൈനൽ വരികയാണ്. UCL ഫൈനല് അന്നത്തെ മറ്റൊരു വലിയ ടീമായ മിലാനായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് അത് മുതൽ പല കാര്യങ്ങളും പിന്നീട് മാറുന്നുണ്ട്. ഫൈനലിന് ശേഷം ബാഴ്സയുടെ ചരിത്രം തന്നെ പിന്നീട് മാറുന്നുണ്ട്. അങ്ങനെ ആ ഫൈനലില് അന്നത്തെ മിലാൻ എന്ന് പറയുന്നത് ഒരു വലിയ ടീം തന്നെയാണ്. പല പ്ലേയേഴ്സും അതുപോലെ സ്ട്രൈക്കറായിട്ട് വാൻ ബാസ്റ്റൻ ഉണ്ട്. അതായത് ഫിനിഷിംഗിൽ പേര് കേട്ട ഒരു സ്ട്രൈക്കറിനാണ് വാൻ ബാസ്റ്റൻ. അതുപോലെ ഡിഫൻസില് ഫ്രാങ്കോ ബരേസി ഉണ്ട്, അതുപോലെ കോസ്റ്റക്കാർട്ട ഉണ്ട്. ഇവരൊക്കെ എന്താ പറയാ അക്കാലത്ത് പേര് കേട്ട വലിയ വലിയ ഡിഫൻഡേഴ്സ് തന്നെയാണ്. ഇപ്പോഴും ലെജൻസ്, അതെ ലെജൻസ് ആണ് അവര്. അതുപോലെ തന്നെ ലോഡ്രപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്, മിലാനിലെ ലോഡ്രപ്പ്. അന്നത്തെ മിലാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫൈനലിന് വരുമ്പോൾ ബാഴ്സക്ക് എല്ലാ
രീതിയിലും അനുകൂലമായിട്ടാണ് ആ കളി വരുന്നത്. അത് ബാസിനെ സംബന്ധിച്ചിടത്തോളം പോവുക, കപ്പടിക്കുക, തിരിച്ചു വരിക. അവർ പോകുന്നത് പോരാടാനല്ല, ഫൈനൽ പോരാടാനല്ല പോകുന്നത്, പോവുക കപ്പ് വാങ്ങിച്ചു കൊണ്ടുവരാൻ. അതായത് കപ്പ് അവിടെ ഉണ്ട്, കപ്പ് എടുത്തു കൊണ്ടുവരാനാണ് വായസ പോകുന്നത്. കാരണം അത്രയും എന്താ പറയാ അജയ്യരായി വരികയാണ് വായസ. അങ്ങനെയുള്ള വായസ വന്നിട്ട് പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അന്ന് എല്ലാ കാര്യങ്ങളും വായസക്ക് അനുകൂലമാണ് നമ്മൾ പറഞ്ഞല്ലോ. അന്നത്തെ ഡിഫൻസിൽ ഉള്ള ബരേസിക്കും അതുപോലെ കോസ്റ്റക്കാട്ടും സസ്പെൻഷനാണ്, അതൊരു കാര്യം. പിന്നെ അന്ന് അവിടെ മിലാനിലെ ലോഡ്രപ്പ് അന്നത്തെ ഒരു റൂളുണ്ട്, ഒരു നാഷണൽ ഇറ്റലി കളിക്കുന്ന അതായത് ആ ഏത് ക്ലബിന്റെ നേഷൻ, അത് മിലാനാണ് ഇറ്റലി. അപ്പോൾ ഇറ്റലിയിലുള്ള നോൺ ആ നാഷണൽ, അതായത് ആ ക്ലബിലുള്ള ഇറ്റലിക്ക് പുറത്തുള്ള പ്ലെയേഴ്സ്, ആ മിലാനിൽ കളിക്കുന്ന ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തല്ല ഇറ്റാലിയൻ ഇറ്റലിക്കാരനല്ലാത്തവർക്ക് 2-3 പ്ലേയേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മിലാനിലെ ലോഡ്രപ്പിനെ ടീമിൽ പുറത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷേ മറ്റൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാല് ബാസിലെ മൈക്കിൾ ലോഡ്രപ്പിനെ അന്നത്തെ ഫൈനലിലെ ക്രൈഫ് ഉൾപ്പെടുത്തുന്നില്ല. ശരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോഴത് ഉൾപ്പെടുത്താന്നുള്ളതൊരു ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് എന്തിനു വേണ്ടി ക്രൈഫ് അന്ന് ആ ലോഡ്രപ്പ് എന്ന് പറയുന്നത് പ്രൈം ബാഴ്സയുടെ ഒരു പ്ലേ. അതായത് ലോഡ്രപ്പ് വന്ന സമയത്ത് ഒരു ഫാൾസ് നയൻ ഫോർമേഷൻ, ലോഡ്രപ്പ് വന്ന സമയത്തുള്ള ഫാൾസ് നയൻ ലോഡ്രപ്പാണ്, അന്നത്തെ പ്ലേ മേക്കർ ലോഡ്രപ്പാണ് കളി ഉണ്ടാക്കി കൊടുക്കുന്നത്. മുന്നോട്ട് സ്റ്റോയിസ്കോവിനും അതുപോലെ റൊമാരിയോക്കുള്ള പാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലോഡ്രപ്പാണ്. ആ ലോഡ്രപ്പിനെ അന്ന് പുറത്ത് നിർത്തിയിട്ടാണ് ആ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത്. അത് പിന്നീട് വായസക്ക് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. ആ ഫൈനലെ വായസ ഒട്ടും പ്രതീക്ഷിക്കാതെ 4-0 വായസ തോൽക്കുകയാണ്. അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കണില്ല അത്രയും വലിയ വായസ 4-0 മിലാനുമായിട്ട് തോൽക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് പോലും വായസ തോൽക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു വലിയൊരു ഡിസാസ്റ്റർ, ദുരന്തം, വലിയൊരു ദുരന്തം തന്നെയായിരുന്നു വായസിന്റെ ചരിത്രത്തിൽ. വായസിന്റെ ചരിത്രം പിന്നീട് അത് മാറുക തന്നെ ചെയ്തു. തകർന്നടിയാന്നൊക്കെ പറഞ്ഞാല് 4 ഗോള് പോലും തിരിച്ചടിക്കാൻ പറ്റാതെ, അതായത് അന്നത്തെ നിഷ്പ്രഭമായി പോയി, അങ്ങനെ ആയി പോയി വായസ, അങ്ങനെ ആയി പോയി വായസ. പിന്നീട് കളിക്ക് ശേഷം മിലാന്റെ ഒരു പ്ലെയർ പറയുന്നുണ്ട് അന്ന് ലോഡ്രപ്പിനെ ഏറ്റവും കൂടുതൽ, അതായത് ലോഡ്രപ്പ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന പ്ലെയർ ആ ടീമിൽ. പക്ഷെ ലോഡ്രപ്പിനെ ക്രൈഫ് ഇറക്കാതിരുന്നത് ക്രൈഫ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അന്നായി എന്ന് പിന്നീട് മിലാനിലൊരു പ്ലെയർ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ആ ഫൈനലിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 4-0 ബാഴ്സലോണ തോൽക്കാണ്, തകർന്ന് ചാരമാവാൻ. പിന്നീട് നമ്മൾ കണ്ടത് ബാഴ്സയുടെ തകർച്ചയുടെ തുടക്കമാണ്. ആ ഫൈനലോട് കൂടി തകർച്ചയുടെ തുടക്കമാണ്. അത് 1994 UCL ഫൈനലാണത്. 94 ശേഷം ക്രൈഫ് ബാഴ്സ വിട്ടിറങ്ങുന്നത് 96-ലാണ്. 96 ബാഴ്സ വിട്ടിറങ്ങുമ്പോൾ അത് ബാഴ്സ മാനേജ്മെന്റ് ക്രൈഫിനെ സാക്ക് ചെയ്യാണ്. ഈ 2 വർഷമായി 94 ശേഷം 95-ഉം 96-ഉം ഈ 2 വർഷത്തിലും പേരുകേട്ട ഒരു ട്രോഫീസും ടീമിന് വേണ്ടി ക്രൈഫിന് പിന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ടീമിൽ നിന്ന് ഇറങ്ങി ആ ഫൈനലിന് ശേഷം, ആ തോൽവിക്ക് ശേഷം. അതുപോലെ തന്നെ ആ ഡ്രീം ടീം എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് എന്താ പറയാ പല മാറ്റങ്ങൾ വന്നു. അപ്പോ അത് ബാഴ്സക്ക് തകർച്ചയായി തുടങ്ങി. പക്ഷെ ഈ സമയത്ത് നമ്മളായിരുന്നു അപ്പുറത്ത് റയല് മറ്റൊരു ഉയർച്ചക്ക് വേണ്ടി തിരിച്ചുവരവിന്റെ എന്താ പറയാ തുടക്കത്തിലാണ്. അപ്പോ ആ സമയത്ത് ബാഴ്സ ഈ 2 വർഷം അധികമൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ക്രൈഫിനെ ബാഴ്സ മാനേജ്മെന്റ് സാക്ക് ചെയ്യണം. ബാഴ്സ മാനേജ്മെന്റ് സാക്ക് ചെയ്യണ കാര്യം, ക്രൈഫിനെ സാക്ക് ചെയ്യണത് ഭയങ്കര ഒരു മോശമായ രീതിയിലാണ്. അന്നത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത് സത്യം ബാഴ്സ മാനേജ്മെന്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്തത് നമുക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. അന്നത്തെ ബാഴ്സ പ്രസിഡന്റ് എന്ന് പറയുന്നത് ന്യൂനസ് ആണ്, ലൂയിസ് ന്യൂനസ്. അപ്പോൾ ന്യൂനസിന്റെ അന്നത്തെ അസിസ്റ്റന്റ് ആണ് ഗാസ്പാട്ട് പിന്നീട് ബാഴ്സയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നുണ്ട് ന്യൂനസിന് ശേഷം. അപ്പോൾ ന്യൂനസ് അന്ന് ക്രൈഫിനെ സാക്ക് ചെയ്യാം, അതായത് 96 ക്രൈഫിനെ സാക്ക് ചെയ്യണ സമയത്ത് ക്രൈഫ് അവിടെ ട്രെയിനിങ് ഫെസിലിറ്റിയിലാണ്. അപ്പോൾ അവിടേക്ക് തനിക്ക് പോകാനുള്ള മടിയുണ്ട് ഗാസ്പാട്ടിനെ പറഞ്ഞയച്ച് എന്താണ് തന്നെ സാക്ക് ചെയ്തെന്നുള്ള വിവരം ക്രൈഫിനെ സാക്ക് ചെയ്തെന്നുള്ള വിവരം ഗാസ്പാട്ടിനോട് പറയാൻ പറഞ്ഞു. അത്രയും മോശമായ രീതിയിലാണ്. പിൻവാതിലൂടെ പുറത്താക്കിയിട്ടാണ്, അങ്ങനെയാണ് പിൻവാതിലൂടെ പുറത്താക്കാണ് ബാഴ്സ മാനേജ്മെന്റ് ക്രൈഫിനെ. ഇതിന് പിന്നീട് ബോബി റോബ്സൺ നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്
ഐക്കൺ ലെജൻഡ് ആയിട്ടുള്ള ബോബി റോബ്സൺ ഇതിനോട് പറയുന്നത് അത് ഭയങ്കര മോശം ക്രൂവലായിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു എന്ന് പിന്നീട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ബാഴ്സ മാനേജ്മെന്റിനെ ബോബി റോബ്സൺ. അങ്ങനെ ക്രൈഫിനെ സാക്ക് ചെയ്യാണ് ബാഴ്സ മാനേജ്മെൻറ്റ് വളരെ മോശമായ രീതി. അപ്പോൾ ഇനി അടുത്തത് ആര് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് പുതിയൊരു മാനേജർ. അതായത് ക്രൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാനേജർ, അത് അത്രയും ലോങ് ടേം അത്രയും വലിയ ഡ്യൂറേഷൻ മാനേജറായിട്ട് ചരിത്രത്തിൽ അതെ ഏറ്റവും 8 വർഷം മാനേജറായിട്ട് നിന്നിട്ട് അടുത്തത് ആര് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ക്രൈഫ് എന്ന് പറയുന്ന ഒരു മാനേജർ ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു മാനേജർ, അതും അല്ലെങ്കിൽ ആ ഒരു അത്രയും നല്ല ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ബാഴ്സലോണ തിരിച്ച് ഇതേമാതിരി തന്നെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മാനേജർ ആണല്ലോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അവര് ബോബി റോബ്സൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെജൻഡ് ആയിട്ടുള്ള അവര് ബോബി റോബ്സൺ ടീമിലോട്ട് എത്തിക്കുന്നത്. പക്ഷെ ഈ ബോബി റോബ്സൺ വരുന്ന സമയത്തുള്ളൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ റീബിൽഡിങ് പ്രോസസ്സിലാണല്ലോ വീണ്ടും. കാരണം ആ പ്ലേയേഴ്സൊക്കെ പോയി, കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വാഡ് സ്ട്രെങ്ത് ഒന്നും ഇല്ല. അപ്പോൾ അത് എന്താ പറയുക, അത് റോബ്സനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് തന്നെ പറയാം. കാരണം ക്രൈഫ് വന്ന സമയത്ത് ക്രൈഫിന് ഒരുപാടല്ല കുറച്ച് അത്യാവശ്യം നല്ല സൈനിങ്സ് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇത് ആ ഒരു ലിമിറ്റേഷൻസും, അതായത് കുറച്ച് കളി തോറ്റു. അപ്പോൾ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല ബാഴ്സ അന്ന്. അതും കൂടി ഈ ഒരു സൈനിങ്, അതായത് പല പ്ലേയേഴ്സിനെയും കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നം, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ആ സമയത്ത് മാനേജ് ചെയ്തത്. പിന്നീട് എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ചെയ്തത് ഏറ്റവും മികച്ചൊരു സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG എന്തോ നമ്മൾ റൊണാൾഡോ നസാരിയോനെ, ഏകദേശം 19 വയസ്സാണ് അന്ന് റൊണാൾഡോ, ചെറുപ്രായമുള്ളൂ റൊണാൾഡോക്ക്. റൊണാൾഡോ നസാരിയോനെ അന്ന് കൊണ്ടുവരുന്നുണ്ട്. അന്നൊരു റെക്കോർഡ് ബ്രേക്കിംഗ് ട്രാൻസ്ഫറിലൂടെയാണ് അന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ അതൊന്നും പോരായിരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. റൊണാൾഡോ നല്ല രൂപത്തിൽ ബാഴ്സലോണക്ക് വേണ്ടി കളിക്കുന്നുണ്ട്, അവർ നല്ല രൂപത്തിൽ കോപ്പ ഡെൽ റേ അടിക്കുന്നുണ്ട്. ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പ ഡെൽ റേ ക്വാർട്ടർ ഫൈനലിൽ, അന്നത്തെ കോപ്പ ഡെൽ റേ ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ള ഒരു കംബാക്ക് ഉണ്ട് ബാഴ്സന്റെ. അതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ച് വർഷം മുന്നേ നടന്ന ലൂയിസ് എൻറിക്കെ 2016-17 ആ സീസണില് PSG ആയിട്ടുള്ള കംബാക്ക് ആണ്. പക്ഷെ പണ്ട് അങ്ങനത്തെ കംബാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പ ഡെൽ റേ ഫസ്റ്റ് കളിയിൽ കാമ്പ് നൗവിൽ 5-2 ബാഴ്സലോണ പിന്നിൽ പോവാണ്. അതെ, 5-2. അതായത് നമ്മള് ഈ ഫുട്ബോൾ കാണുന്നവരൊക്കെ 5-2 എന്ന് പറയുന്നത് ഒരു വലിയ സ്കോറാണ്. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്രയും ലക്ക് മാത്രമല്ല, അത്രയും വലിയ സ്ട്രെങ്ത് ഉള്ള സ്ക്വാഡാണ്. അത്രയും നല്ല എന്താ പറയാ, നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി റോബ്സന്റെ അന്നത്തെ ബാഴ്സന്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്ക്വാഡല്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള സ്ക്വാഡാണ് അന്നത്തെ ബാഴ്സന്റെ സ്ക്വാഡ്. പക്ഷെ ആ സ്ക്വാഡിലെ 5-2 ബാഴ്സ പിന്നിട്ട് നിൽക്കുകയാണ് ഫസ്റ്റ് ലെഗിൽ. ഉറപ്പിച്ചു എന്തേ ഇതോടുകൂടി ബാഴ്സ തോറ്റ് പുറത്താണെന്നുള്ളതാണ് എല്ലാ ഫാൻസിനായാലും മറ്റുള്ളവർക്ക് മനസ്സിൽ ആവുന്നതാണ്. പക്ഷെ എന്താ പറയാ, ഒരു തികച്ചും യാദൃശ്ചികവും മായാജാല ഒരു മാജിക് കാണിച്ചാണ്ട് 6-7 സെക്കൻഡ് ലെഗില് 6-7 അഗ്രിഗേറ്റില് വാശി ജയിച്ചു. Marcat Pantic, interior, refús defensiu, recupera Figo, remata amb el peu dret, gol, assistència per Ronaldo, entra a l'àrea, pica amb el peu dret, gol, Abelardo, ha salvat el porter, rematada i gol, Pizzi, che, qué bueno que viniste, qué bueno que llegaste. പക്ഷെ അന്നത്തെ കളി കാണാനേ, അതാണ് ആ ഒരു കളി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കിയെന്ന് വെച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാഹചര്യത്തിൽ 5-2 തോറ്റു, ഇനി എന്തായാലും ബാഴ്സ ക്വാളിഫൈ ആവില്ല എന്നുള്ളത് വേറൊരു ഘടകം. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതോടുകൂടി ബോബി റോബ്സന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. റോബ്സൺ അധികം കപ്പൊന്നും ടീമിലോട്ട് എത്തിക്കാൻ പറ്റില്ല, അതൊരു കാര്യം. ആ റൂമേഴ്സ് നടക്കുന്ന സമയത്താണ് എന്തുള്ളത്, മറ്റൊരു റൂമർ നടക്കുന്നുണ്ട്, ലൂയിസ് വാൻ ഗാലിനെ ബാഴ്സലോണ കോച്ചായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ ഒരു തിരിച്ചുവരവ് അതിനൊക്കെ എന്താ പറയാ, ഒരു മറുപടി പോലെ 6-7 അഗ്രിഗേറ്റില് പക്ഷെ ആ കളി കാണാൻ വാൻഗാല് വരുന്നുണ്ട്. അന്ന് ഗാലറിയിൽ വന്നിരുന്നിട്ട് ആ കളി കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പക്ഷെ പിന്നീട് അപ്പൊ നമ്മൾ വിചാരിച്ചു ആ ഒരു കോപ്പകളിലൊക്കെ കപ്പടിച്ചപ്പോൾ ബോബി റോബ്സൺ തുടരും എന്നുള്ളത്. പക്ഷേ അന്ന് ഡൊമസ്റ്റിക് ടൈറ്റിൽ അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം, ഈ ഒരു ഒറ്റ കാര്യം, ഡൊമസ്റ്റിക് ലീഗ് ടൈറ്റിൽ അടിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ റോബ്സണെയും പുറത്താക്കുകയാണ്. കാരണം വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏത് കളിക്കാൻ അറിയുന്ന ലൂയി വാൻ ഗാൽ എന്ന് പറയുന്ന കോച്ചിനെ കൊണ്ടുവരുന്നത്. ശരിക്കും മൂപ്പര് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും
വളരെ മികച്ച തീരുമാനങ്ങളായിരുന്നു. പക്ഷെ ചിലതൊക്കെ എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടു എന്ന് അതായത് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മികച്ചൊരു മാനേജറിനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പുറത്തുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളും ഒരുപാട് ബാർസ ഫാൻസിനെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വിട്ടുപോയ വേറെ കാര്യമുണ്ട്. ഈ റൊണാൾഡോ നസാരിയോയും ഈ ബാഴ്സലോണയുടെ തോൽവിയും ചെറിയൊരു അതെ, ഡൊമസ്റ്റിക് League ലീഗ് ഉണ്ട്. ഡൊമസ്റ്റിക് ടൈറ്റിൽ കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം. ലാസ്റ്റത്തെ 3 മാച്ച്, അതായത് ബാഴ്സലോണയുടെ ലാസ്റ്റ് 3 മാച്ചിൽ റൊണാൾഡോ നസാരിയോ ബാഴ്സക്ക് വേണ്ടി കളിക്കുന്നില്ല. അന്ന് ബ്രസീലിന് വേണ്ടി ഫ്രണ്ട്ലി കളിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും ആ 3 മാച്ച് ബാഴ്സലോണയുടെ ഈ ഒരു ഡിഫറൻസിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ആ ലാസ്റ്റ് 3 മാച്ചിൽ തോൽവികളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനുശേഷം അത് 3 തോൽവി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്, നസാരിയോ തിരിച്ചു റൊണാൾഡോ, വരുന്നുണ്ട്. അതെ. പക്ഷെ എന്തുകൊണ്ടോ ബാഴ്സലോണയുടെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് സൈനിങ്ങിൽ അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു. കാരണത്താല് വീണ്ടും ആ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. വരുമ്പോ താല്പര്യം ഉണ്ടായിരുന്നു. ആ. പക്ഷെ പിന്നീട് സംസാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടോക്ക് വന്ന സമയത്ത് അത് സൈൻ ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മൂപ്പര് ഇന്റർ മിലാനിലേക്കാണ് പോകുന്നത്. ഇന്റർ മിലാനിന് നല്ലൊരു ഓഫർ കിട്ടിയ സമയത്ത് ഇന്റർ മിലാനിലേക്ക് ഇന്റർ പോകുന്നുണ്ട്. മിലാനിലോട്ട് ചേക്കേറുണ്ട്. അപ്പോൾ ഈ ഒരു ഇടവൊക്ക അന്ന് ബാഴ്സലോണയിൽ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ വാൻഗാൽ വരുന്നതും. വാൻഗാൽ ഫസ്റ്റ് തന്നെ അടുത്ത വേറൊരു ബ്രസീലിയൻ താരത്തെ റിവാൾഡോ. കാരണം ഈ ബ്രസീലിയൻ പ്ലേയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ബാഴ്സലോണയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഘടകം തന്നെയാണ് ബ്രസീലിയൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അത് അന്നത്തെ സാഹചര്യമൊക്കെ ബാഴ്സക്ക് പലപ്പോഴും അത് ചിലപ്പോഴൊക്കെ ഈ പ്ലേയേഴ്സിനോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും പല പ്ലേയേഴ്സും ബാഴ്സക്ക് വേണ്ടി നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ റിവാൾഡോ വരുന്നുണ്ട്. ശരിക്കും അവിടുന്ന് പിന്നെ വേറൊരു ചരിത്രം. അതെ, മറ്റൊരു പുതിയൊരു എറ, അല്ലെങ്കിൽ എന്താ പറയാ, ലൂയി വാൻ ഗാലിന്റെ ഒരു തുടക്കം അവിടുന്ന്. വാൻഗാല് വരുന്ന സമയത്ത് തന്നെ എന്താ പറയാ, അത്രയും ക്രൈഫിന്റെ ഒരു പിൻഗാമി, അതായത് ഡച്ചുകാരനാണ്. ഏകദേശം ആ ഒരു സ്റ്റൈലില് അദ്ദേഹം ഇതിനു മുന്നേ മാനേജ് അല്ലെങ്കിൽ കോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും ഏകദേശം ക്രൈഫുമായിട്ട് ചെറിയ സിമിലാരിറ്റീസ് ഉള്ള ടൈപ്പ് ഓഫ് പ്ലേയിങ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലേ സ്റ്റൈലാണ് വാൻഗാൽ സ്വീകരിച്ചിരുന്നത്. ഈ വാൻഗാലിനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയിലേക്ക് എത്തുക അല്ലെങ്കിൽ കോച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞത് അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ മൂപ്പര് വരുന്നു. പക്ഷെ മൂപ്പര് വരുമ്പോൾ തന്നെ ബാഴ്സലോണയുടെ അല്ലെങ്കിൽ ഫാൻസിന്റെ ആയാലും മാനേജ്മെന്റിന്റെ ഒക്കെ ഒരു ആഗ്രഹം മൂപ്പര് ഈ ക്രൈഫിന്റെ അതുപോലെ തന്നെ കളിപ്പിച്ച് അല്ലെങ്കിൽ ടീമിനെ കഴിഞ്ഞ ഒരു പ്രതാപത്തിലോട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈവൻ ഒരു റിവാൾഡോനെ സൈൻ ചെയ്യുന്നത് ഒക്കെ. പക്ഷെ എപ്പോഴും ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയം ഉണ്ടാവുന്നതൊക്കെ ഈ വാൻഗാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വാൻഗാല് അന്ന് ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ വാൻഗാൽ ഈ കമ്പാരിസൺ, ക്രൈഫുമായിട്ടുള്ള ഈ കമ്പാരിസൺ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നീട് വന്ന, അതായത് ക്രൈഫിന് ശേഷം വന്ന എല്ലാ മാനേജേഴ്സും ക്രൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് ഫാൻസ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പടി അത് എന്താ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ, അതായത് വാൻഗാല് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത പ്ലെയർ മുതൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ക്രൈഫ് അദ്ദേഹത്തിന് മുന്നിലേ ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു ഫണ്ണായിട്ടുള്ള കാര്യം. കാരണം ഈ വാൻഗാല് എനിക്ക് തോന്നുന്നു 19 വയസ്സോ എന്തുകൊണ്ട് ആ സമയത്ത് നാഷണൽ ടീം നെതർലാൻഡ്സിന് വേണ്ടി കളിക്കാൻ വരുന്ന സമയത്ത് അതേ പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു വാൻഗാലിന്റെ അതേ പൊസിഷൻ ആയിരുന്നു ക്രൈഫും കളിച്ചിരുന്നത്. അപ്പോൾ അത്രയും ലെജൻഡ് ആയിട്ടുള്ള ക്രൈഫിനെ ഒഴിവാക്കിയാണ്ട് ഒരിക്കലും ഈ ഒരു പ്ലെയറിന് അവസരം കിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രൈഫ് മാനേജറായിട്ട് അയാക്സിൽ വരുന്ന സമയത്ത് ആസ് എ പ്ലെയർ ആരുണ്ട്, വാൻഗാല് ടീമിലുണ്ട്. പക്ഷെ ആ സമയത്തും പല പ്രശ്നങ്ങളാൽ വാൻഗാലിന് അവസരം കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോ ഈ ഒരു ആ ഒരു ചുരുക്ക് ആ സമയം മുതലേ ബാഴ്സ മാനേജ് ചെയ്യുന്ന സമയത്തും വാൻഗാലിനുള്ളിൽ എന്തെങ്കിലും ഒരു കപ്പടിക്കുന്ന സമയത്തൊക്കെ ക്രൈഫിന്റെ പോലെ എന്ന് പറയുമ്പോൾ ശരിക്കും അത് വാൻഗാലിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വാൻഗാല് പിന്നീട് ഒരു സമയത്ത് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമില്, അദ്ദേഹം പറയുന്നുണ്ട് there are a lot of cripes here. അത് മാത്രമല്ല വാൻഗാല് 1959 ശേഷം ആദ്യമായിട്ട് ഡൊമസ്റ്റിക് ഡബിൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് വന്ന സീസണിൽ തന്നെ ഡൊമസ്റ്റിക് ഡബിൾ അടിച്ചു കൊടുക്കുന്നത്. അത് ഇതിനു മുന്നേ വന്ന റോബ്സണും അതുപോലെ ക്രൈഫിനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് വന്ന സീസണിൽ ഡൊമസ്റ്റിക് ഡബിൾ അടിച്ചിട്ടില്ല. അത് ചരിത്രം സൃഷ്ടിച്ചാണ്ട് എന്താ പറയാ, ആ ഒരു നല്ലൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി ലൂയി വാൻ ഗാലിന്. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കമ്പാരിസൺസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അത് ശരിക്കും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈഫിന്റെ പല ഇഷ്ടതാരങ്ങളും എനിക്ക് തോന്നുന്നു മിനി ക്രൈഫ് എന്ന് പറയുന്ന ഒരു കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവരൊക്കെ ആയിട്ട് അന്ന് അതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മറ്റേ ചോദിച്ചു മൂപ്പരായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും മൂപ്പര് പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈഫ് വാൻഗാൽ പറയുന്നുണ്ടല്ലോ, എന്ത് എൻ്റെ ചുറ്റും എന്താണ് ക്രൈഫിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും ഞാൻ എന്ത് ചെയ്താലും ക്രൈഫാണ്, ക്രൈഫുമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളതാണ്. ആ ഒരു സംഭവം വളരെ എന്താ പറയാ, അത് പിന്നീട് വന്ന വളരെ കുറച്ച് മാനേജേഴ്സിന് മാത്രമേ ആ ഒരു എന്താ പറയാ കമ്പാരിസണിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. വാൻ ഗാൽ പറയുന്നുണ്ട്. പിന്നീട് വളരെ വേറെ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ, ഈ ബ്ലൂ എലഫൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് എലക്ഷൻ നമ്മളെ ക്ലബ് ലാലിഗന്റെ ബാഴ്സലോണന്റെ ക്ലബ് പ്രസിഡന്റ് എലക്ഷൻ നടക്കുന്ന ആ സമയത്തെ അതായത് വാൻഗാലുള്ള സമയത്ത് ബാഴ്സിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ലൂയിസ് ന്യൂനസ് ആണ്. അപ്പോൾ ന്യൂനസും അതുപോലെ അതായത് നമ്മൾ പറഞ്ഞല്ലോ, ന്യൂനസ് ക്രൈഫിനെ ഇറക്കി വിട്ടത് അത്ര നല്ല രീതിയല്ല, അത് അവർ തമ്മിൽ ഓൾറെഡി പ്രശ്നമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ക്രൈഫും ന്യൂനസും തമ്മിൽ പ്രശ്നമുണ്ട്, അതുപോലെ വാൻഗാലും ക്രൈഫും തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ആ ഒരു സംഭവമാണ്. നമ്മളെ ഈ ബ്ലൂ എലഫന്റ് എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടി ഇപ്പത്തെ ബാഴ്സയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലപ്പോർട്ട, യങ് ബിസിനസ് മാൻ ആണ് മൂപ്പര്. അപ്പോൾ അദ്ദേഹം ആ ബ്ലൂ എലഫന്റ് എന്ന് പറഞ്ഞ പാർട്ടിയായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ പക്ഷേ അന്നത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, വാൻഗാലിനും അതുപോലെ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ന്യൂനസും അവർക്ക് രണ്ടുപേർക്കുള്ള ഒരു കോമൺ എനിമിയാണ് ക്രൈഫ്. പക്ഷെ ക്രൈഫിന്റെ ഒരു എന്താ പറയാ കട്ട ആരാധകനാണ്, ബിഗ് ഫാൻ ബോയ് ആണ് ലപ്പോർട്ട എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലപ്പോർട്ടിനെ എന്താ പറയാ മറിച്ചിടാൻ അല്ലെങ്കിൽ ലപ്പോർട്ടിനെ ഇല്ലാതാക്കാൻ അത്രത്തോളം വലിയൊരു ശത്രു അല്ല, പക്ഷെ എന്നാലും ആളുകൾക്കിടയിൽ ഫെമിലിയർ ആണ്. അപ്പോൾ ക്രൈഫിനെ ഇഷ്ടപ്പെട്ട ഒരാളാവുമ്പോൾ, അങ്ങനത്തെ ഒരാൾ മാനേജിങ് സീറ്റിലോട്ട് വരുമ്പോൾ അതിനോട് എന്താ പറയാ സാമ്യമുള്ള കുറെ കാര്യങ്ങൾ ടീമിന് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങോട്ട് വോട്ട് പോകുന്ന സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം വരുത്താൻ ഒരിക്കലും വാൻഗാലും ന്യൂനസും എന്താ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഈ ശത്രുവിനെ തടയുന്നുണ്ട്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടാക്ടിക് ഈ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ വെച്ചാൽ, നമ്മുടെ ക്രൈഫിനെ സംബന്ധിച്ചിടത്തോളം ആയാലും വാൻഗാലിനെ സംബന്ധിച്ചിടത്തോളം ആയാലും, വാൻഗാൽ എന്ന് പറയുന്ന പ്ലെയർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. അതായത് ഓരോ പ്ലേയിങ് സ്റ്റൈലായാലും ആ ടാക്ടിക്സ് ആയാലും എല്ലാം ഒരു കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ ക്രൈഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഗ്രൗണ്ടിലൂടെ നമ്മള് ഇപ്പൊ കാണുന്ന ഹാൻസി ഫ്ലിക്കിനോടൊക്കെ അങ്ങനെ ഹാൻസി ഫ്ലിക്കിന്റെ പ്ലേയിങ് സ്റ്റൈൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഫ്രീഡം ഒരു പ്ലെയറിനെ എങ്ങോട്ട് വേണമെങ്കിലും പോവാന്നുള്ളതാണ്. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ക്രൈഫ് വന്ന സമയത്ത്. പക്ഷെ എല്ലാ പ്ലേയേഴ്സിനും അവരുടേതായ ഫ്രീഡം ക്രൈഫ് കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ വാൻഗാലിനൊക്കെ വരുന്ന സമയത്ത് മുപ്പര് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് അത്രത്തോളം ഒരു ഫ്രീഡം അല്ലായിരുന്നു. ഈ ഒരു ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു കളിശൈലി ഉണ്ടല്ലോ, വാൻഗാലിൻ്റെ ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കളിശൈലി, അത് കുറേ വിമർശനങ്ങൾക്ക് വിധേയനാവുക. കുറേ കപ്പുകൾ അടിക്കുന്നുണ്ട്, കുറേ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പല സമയത്തും അതൊരു വിമർശനം. കാരണം ബാഴ്സലോണയിൽ ഫ്രീ ആയിട്ട് കളിക്കുക എന്നുള്ളതാണല്ലോ. അതുവരെ നമ്മൾ കണ്ട ബാഴ്സ എന്ന് പറഞ്ഞാൽ ടിക്കിറ്റാക്ക പോലെ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. അപ്പോൾ അത് ബാഴ്സലോണയുടെ ഫാൻസിനായാലും മീഡിയാസിനായാലും ഒക്കെ ഭയങ്കര കണ്ട ഒരു ഹേറ്റ്. പിന്നെ ഒരുപാട് ക്രിറ്റിസിസേഷൻസ് വരുന്നുണ്ട്. അതായത് വാൻഗാലിനോട് പറയുന്നുണ്ട്, ഇത് ഫാൻസ് പറയുന്നുണ്ട് ഇത് എന്താണ് ബാഴ്സ അല്ലെങ്കിൽ ബ്ലാഗുറാനയുടെ എന്താ ഒരു കളിശൈലിയല്ല. അതുപോലെ മാത്രമല്ല ഇത് സ്പാനിഷ് ലീഗിൽ ആ ഒരു രീതിയിലുള്ള കളി പോലും അല്ല എന്നാണ് ഫാൻസും മീഡിയാസും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പക്ഷെ ഈ സമയത്തൊക്കെ ഇദ്ദേഹത്തിന് ഇപ്പൊ കളിക്കുന്ന പ്ലേ സ്റ്റൈല് വെച്ചിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ വാൻഗാൽ ഉണ്ടാക്കി. 13 പോയിന്റ് എന്തോ 13 പോയിന്റ് എന്തോ ലീഗ് കപ്പ് അടിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പോലും പിന്നെ ചെറിയൊരു പ്രശ്നം വന്ന ബാഴ്സലോണയിൽ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവാൾഡോ ആയിട്ടുള്ളൊരു ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ റിവാൾഡോ അതുവരെ ബാഴ്സലോണയുടെ സൈനിങ്ങിൽ ഏറ്റവും മികച്ച, അതായത് അറ്റാക്കിംഗ് തേർഡിലായാലും ആസ് എ ടീമിലൊരു ഐക്കോണിക് പ്ലെയർ ആയിരുന്നു ആ സാഹചര്യത്തിൽ. അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഫസ്റ്റ് 2 സീസണിൽ ലെഫ്റ്റ് വിങ് ആയിട്ട് ആണ് കളിപ്പിക്കുന്നത്. അത് മാത്രമല്ല അങ്ങനെ കളിക്കുമ്പോൾ മൂപ്പർക്ക് വേറെ ഒരു കറക്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫ്രീഡത്തിന്റെ കുറവൊന്നുമില്ല, ടീം ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് വാൻഗാൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു റൈറ്റ് ഹാഫിന്റെ അപ്പുറത്ത് ലെഫ്റ്റ് വിങ് കട്ട് ചെയ്ത് റൈറ്റ് ഹാഫിന്റെ അപ്പുറത്ത് അതായത് ഗ്രൗണ്ടിനെ ഇൻസൈഡ് കട്ട് ചെയ്ത് റൈറ്റിന്റെ ഭാഗത്ത് റൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൂള് എന്തായി,
ഫസ്റ്റ് 2 സീസണിൽ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് പോയി. പക്ഷേ പിന്നീട് റിവാൾഡോ വരുന്നത് ആരായിട്ടാണ്? ബാലൻഡിയറൊക്കെ വിൻ ചെയ്ത് അന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ്. ശരിക്കും അത് മൂപ്പരൊന്ന് മാറ്റുന്നുണ്ട്. മൂപ്പര് വന്നാണ്ട് വാനിക്കാലിനോട് തുറന്നടിച്ച് പറയുന്നുണ്ട് എന്ത് അത് ഒരു കണക്കിന് അതായത് ശരിക്കും റിവാൾഡോന്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് അതെ, അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. റിവാൾഡോ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും വിങ്ങിലല്ല കളിക്കുന്നത്, ലെഫ്റ്റ് വിങ്ങിലല്ല. പക്ഷെ അന്ന് കൊമാനെ അങ്ങനെ ആക്കുന്ന റീസൺ എന്തായിരുന്നു? സോറി, വാൻഗാല് അങ്ങനെ ആക്കുന്നത് ഒരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിന് റിവാൾഡോ ഒക്കെ ഡിഫെൻസീവ് എബിലിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത്രത്തോളം ഡിഫെൻസിനെ സഹായിക്കുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളതാണ് വാൻഗാല് പറഞ്ഞൊരു കാര്യം അതാണ്. അതെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും വിങ്ങിൽ കളിക്കുന്നതാവും ലെഫ്റ്റ് വിങ്ങിലാണ് കളിപ്പിച്ചത് റിവാൾഡോനെ. പക്ഷെ നമുക്കറിയാം റിവാൾഡോന്റെ ഫേവറേറ്റ് പൊസിഷൻ അല്ലെങ്കിൽ റിവാൾഡോ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിലാണ്. അപ്പോൾ റിവാൾഡോ വന്നതിന് ശേഷം റിവാൾഡോ പറയുന്നുണ്ട് എന്തേ തിരിച്ച് ബാൻഡ്യൂർ എടുത്ത, അതായത് 3ാമത്തെ സീസണിൽ റിവാൾഡോ വരുമ്പോൾ റിവാൾഡോ പറയുന്നുണ്ട് എന്തേ എനിക്കെന്താ എൻ്റെ സ്ഥിരം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട പൊസിഷനിൽ കളിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയൊരു കോൺട്രവേഴ്സി ആവുക. പിന്നീട് കോച്ചിനും പ്ലെയറിനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. കോച്ച് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അറിയാലോ വാൻഗാൽ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. വാൻഗാൽ അന്ന് 72ാം മിനിറ്റിൽ എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റിവാൾഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കളി മുഴുവൻ പിന്നെ അടുത്ത കളി പുറത്ത് നിർത്താണ്. പിന്നെ വീണ്ടും പ്രഷർ, മീഡിയാസിന്റെ പ്രഷറും ഫാൻസിന്റെ പ്രഷറും കാരണമാണ് വീണ്ടും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ആ സമയത്തുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ജയിച്ചാൽ എന്തും അത്രയും സ്നേഹം നൽകുന്ന ഒരു ഫാൻസും, പക്ഷെ കളി തോറ്റാൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കുള്ള ഒരു ഫാൻസാണ് ആ സമയത്തെ ബാഴ്സിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ. അതായത് എന്താ ഫാൻസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഗ്രൗണ്ടിലോട്ട് ഓരോ സാധനങ്ങൾ ചെറിയ കൂക്കി വിളിക്കുക, കളിയാക്കുക, സ്വന്തം ടീമിലുള്ള പ്ലേയേഴ്സിനെയും മാനേജേഴ്സിനെയും പ്രസിഡന്റൊന്നും അവർക്ക് ആ ക്ലബിനോട് അത്രയും പാഷനാണ്. ആ ക്ലബിനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ചെയ്യുന്നത്, അത് വേറെ വിഷയം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്ന് ഇയാള് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ചാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന അന്നത്തെ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറെ ബാഴ്സലോണ മെയിൻ സ്കോഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതും അന്ന് എനിക്ക് തോന്നുന്നു പെപ് ഗാർഡിയോള ആ സമയത്ത് പെപ് ഗാർഡിയോള പരിക്കായിരുന്ന കഴിഞ്ഞ സീസൺ ഫുള്ള് കളിച്ച പെപ് ഗാർഡിയോളൊക്കെ പിറ്റേ സീസൺ, അതായത് ഒരു സീസൺ മുഴുവൻ കളിച്ച് ആ ഒരു എന്താ പറയാ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്, ആ കളിച്ചതിന്റെ ആ ഒരു സ്ട്രെസ്സില്. അതെ, പിന്നെ പിറ്റത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഇഞ്ചറി കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പൊ പിന്നെ ആ പൊസിഷനോട് പുതിയൊരു അല്ലെങ്കിൽ ആ ഒരു ഏജ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഏജ്, ആ ഒരു വിഷൻ, ആ ഒരു അബിലിറ്റി ഉള്ള ഒരു പ്ലെയർ. പെപ്പിനും ഷാവിക്കും കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സ്ട്രെങ്തൻഡ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല, മറിച്ച് ഇവരെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് അവർ മെയിൻ. അപ്പൊ അങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഡാപ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റയൽ വല്ലവേർഡിനോട് ചാവി ഗോൾ അടിച്ചാണ്ട് വരവൊക്കെ അറിയിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഇതില് ഡിസിഷനിൽ കോമൺ സക്സസ് ആവാൻ ചെയ്യുന്നത് വാൻഗാല് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഗ്രൗണ്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ മാനേജർ എന്ന സ്ഥാനം വെച്ചാൽ ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരുപാട് പ്രശ്നങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരു മാനേജർ എന്ന് പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഡിസിഷൻസ് എടുക്കുന്ന. അതുപോലെ തന്നെ പുയോളിനെ കൊണ്ടുവന്നത് ഫുൾ ബാക്ക് ആയിട്ട്, പുയോളും ഷാവിനൊക്കെ പറഞ്ഞ മെയിൻ ടീമിൽ എടുക്കുക എന്നുള്ള കാര്യം അത് ചെയ്തത് വാൻഗാലാണ്. എല്ലാ മാനേജേഴ്സും ചെയ്യുന്ന ഡിസിഷൻ അല്ല, അവരെ മെയിൻ ടീമിലേക്ക് എടുക്കുക മാത്രമല്ല അവർക്ക് പ്ലേയിങ് ടൈം എന്നുള്ളതാണ്. ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഒരു പ്ലേയിങ് ടൈം കിട്ടുക എന്നുള്ളത്. എന്താണ് അവർക്കുള്ളത്, എന്താണോ കഴിവ്, ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സമയം കൊടുത്തു എന്നുള്ളതാണ് വാൻഗാൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പുയോളും ചാവിയൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ്. അതായത് ആ ക്ലബിന് വേണ്ടി മാത്രം ജീവിച്ച പ്ലേയേഴ്സ് ആയിട്ടാണ് നമ്മൾ പിന്നീട് അവരെ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ക്ലബിന്റെ ക്യാപ്റ്റന്മാരായിരുന്നു. പുയോളായാലും ചാവിയാലൊക്കെ പിന്നെ വിരമിക്കുന്ന സമയത്താകുമ്പോൾ അവരൊക്കെ ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ എന്തായാലും പുയോളാണ് ഇങ്ങനെ ടീമിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യമൊക്കെ ആയി പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേനും ബാഴ്സലോണ വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ, അതായത് ബാഴ്സ എന്ന് പറഞ്ഞ ടീം ഒരുപാട് ഉയർച്ചയും താഴ്ചയും നേരിട്ടുള്ള ടീം തന്നെയാണ്. വീണ്ടും പതനത്തിന്റെ ഒരു എന്താ പറയാ തുടക്കമാണ് നമ്മൾ ആ സീസൺ കഴിയുന്നതോടുകൂടി. അത് മാത്രമല്ല ആ ഒരു വിശ്വാസം, ആ ഒരു കളിശൈലിയൊക്കെ മാറുമ്പോൾ ആ ഒരു വിശ്വാസം, ഇത് ഞങ്ങളെ ക്ലബ്ബല്ല, ഞങ്ങളെ മാനേജറല്ല, ഞങ്ങൾ ഇതുവരെ കണ്ട ബാഴ്സലോണ അല്ല ഇത്, ഫാൻസും മീഡിയാസും പറഞ്ഞു തുടങ്ങി. അത് ഭയങ്കരമായിക്കാണ്ട് വാൻഗാലായാലും അതുപോലെ തന്നെ ന്യൂനസിനായാലും ഭയങ്കര ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അത് നമ്മള് കണ്ടത് പിന്നെ മറ്റേ UCL സമയത്താണ്. അതെ,
UCL അന്ന് തോറ്റ് പുറത്ത് അതെ, പോകുന്നുണ്ട്. UCL പുറത്തു പോയി അത് ബാഴ്സലോണ. മാത്രമല്ല അന്ന് ആ ഒരു കളിയിലൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ എന്താ പറയാ, അങ്ങനെ ഒരു വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. അതായത് നമ്മൾ പ്രതീക്ഷിക്കണില്ല ബാഴ്സലോണ ഫാൻസ് ഒരു UCL കളിയിൽ അങ്ങനെ ചെയ്യുന്നു. അത്രയും ഇതിന് നമ്മൾ കത്തി നിൽക്കാന്നൊക്കെ പറയില്ലേ, ഫാൻസിന്റെ സ്വന്തം രോഷം. ടീമിനെ എന്താ പറയാ ഊക്കി വിളിക്കുന്ന. ഊക്കി വിളിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു. അത് ആ ടീം കളിക്കുന്ന കളി ശൈലിയും അതുപോലെ കുറെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ടീം എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ, മോശമായ തീരുമാനങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഫാൻസ് ചെയ്തത്. അങ്ങനെ എന്തോ ആവട്ടെ, അങ്ങനെ എന്താവുന്നുണ്ട് 22 വർഷത്തിന് ശേഷം 22 വർഷം ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് പിന്നെ എന്താവുന്നത് ന്യൂനസ് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ന്യൂനസ് റിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും ആ സമയത്ത് തന്നെ വാൻഗാലും റിസൈൻ ചെയ്യുന്നുണ്ട്. വാൻഗാൽ എനിക്ക് ഒറ്റ പ്രസ് മീറ്റ് വിളിച്ചാണ്ടാണ് എല്ലാം തീർക്കുന്നത്. ഈ വാൻഗാലിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്, ചില കാര്യങ്ങൾ ഭയങ്കര ഇതായിട്ട് പറയും ചെയ്യും, അതുപോലെ തന്നെ ഒറ്റയടിക്ക് എല്ലാം തീർക്കും. ആ ഒരു അങ്ങനത്തെ പറയാനുള്ളത് തുറന്നടിച്ച് പറയുന്ന ഒരു ആക്ടറായിരുന്നു വാൻഗാൽ. അത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും വാൻഗാല് ബാസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 2000 അന്ന് വാൻഗാല് ഇറങ്ങിയല്ലോ. ഇറങ്ങിയതിന് ശേഷം എന്താ വെച്ചാൽ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല, ബാഴ്സലോണ ചെറുത്ത് തന്നെ ഒരു ചതിയെന്നോ അല്ലെങ്കിൽ പലതും വിശേഷിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ലൂയിസ് ഫിഗോയുമായി ബന്ധപ്പെട്ടൊരു വിഷയം. കാരണം അന്ന് വരെ ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം ലൂയിസ് ഫിഗോ എന്ന് പറയുന്ന പ്ലെയർ ബാഴ്സലോണയുടെ വൈസ് ക്യാപ്റ്റനാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഐക്കോണിക് പ്ലെയറാണ്. സോ ആ ഒരു പ്ലെയർ എന്താ പറയുക ആ ക്ലബിനോടായാലും അല്ലെങ്കിൽ ഫാൻസിനോടായാലും ഒക്കെ അത്രയും ഇൻറ്റിമേറ്റ് ആണ്, നീതി പുലർത്തുന്നതാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ പറ്റിയാണ് ആ ഒരു സംഭവം ഉണ്ടാവേണ്ടത്. അങ്ങനെ എന്താ വെച്ചാല് 2000 എലക്ഷൻ നടക്കുന്നുണ്ട്, ക്ലബ് പ്രസിഡന്റ് എലക്ഷൻ. അതായത് ബാഴ്സയുടെയും ക്ലബ് പ്രസിഡന്റ് ഇലക്ഷൻ, അതുപോലെ മാഡ്രിഡിന്റെയും ക്ലബ് പ്രസിഡന്റ് റിയൽ മാഡ്രിഡിന്റെ. അങ്ങനെ ആ സമയത്ത് ബാഴ്സയുടെ ഇലക്ഷൻ ആദ്യം തീരുന്നത്. ആദ്യം കഴിയുന്ന സമയത്ത് അന്ന് അവിടെ ഗാസ്പാട്ട് പഴയ അസിസ്റ്റന്റ് ആയിരുന്ന ഗാസ്പാട്ട് പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കാണ്. അങ്ങനെ ആ സമയത്ത് റയലിലെ ഇലക്ഷന്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ പുതിയ ഒരു ബിസിനസ് ടൈക്കൂൺ എന്താ പറയാ ഈ സ്ഥാനത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഒരു സ്ഥാനാർത്ഥിയായിട്ട്. അതിന്റെ പേരാണ് ഫ്ലോറന്റീനോ പെരസ്. പിന്നീട് ഒരു പ്രസിഡന്റിലെ ഒരാളാണ് പെരസ് എന്ന് പറഞ്ഞത്. റയലിന്റെ റയലിന്റെ പെരസ് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പെരസിന്റെ ഒരു എന്താ പറയാ തുടക്കം അവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെരസ് അന്ന് ലോറൻസോ സാൻസ് ആണ് അന്നത്തെ മാഡ്രിഡിന്റെ കഴിഞ്ഞ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. എങ്ങനെ ആയാലും ലോറൻസോ ജയിക്കും എന്നുള്ള രീതിയിലാണ്. കാരണം അതുവരെ ക്ലബിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും ചെയ്ത നല്ല രീതിക്ക് നിന്നൊരു പ്രസിഡന്റ് തന്നെ ഇല്ല. അപ്പൊ എന്തായാലും മൂപ്പര് ജയിക്കും. പക്ഷെ അങ്ങനെ ഒരാളെ കടന്ന് പുതിയൊരാള് വന്ന് മൂപ്പരെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകും. അതല്ലെങ്കിൽ മൂപ്പർക്ക് എതിരെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ മൂപ്പരേക്കാൾ എന്തെങ്കിലും വേണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ കുറുക്കന്റെ ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സംഭവമാണ് പെരസിനുള്ളത്. അങ്ങനെ പെരസ് മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുന്നേ ഫാൻസിനായിട്ട് റിയൽ മാഡ്രിഡിന്റെ ഫാൻസിനായിട്ട് ഒന്ന് കൂടുന്നുണ്ട്. ഓരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ഏതാണ്. അതായത് ഞാൻ മാനേജറായി വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പ്രസിഡന്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലെയറാണ് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ ആഗ്രഹം? അപ്പൊ അവര് പറയുന്ന ഒരു വർത്താനുണ്ട്, ലൂയിസ് ഫിഗോ, ബാഴ്സലോണയിൽ ലൂയിസ് ഫിഗോ. അതെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ശരി വരും. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ലൂയിസ് ഫിഗോ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ബാഴ്സയിനോട് അത്രയും എന്താ പറയാ അത്രയും ബാഴ്സയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ബാഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ലൂയിസ് ഫിഗോ ആണ്. അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ എങ്ങോട്ടും പോകില്ല, അതായത് റയലിലോട്ട് പോകില്ല. അതെ, ബാഴ്സ ഈസ് മൈ ഹോം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു സംസാരം റിയൽ ഫാൻസ് പറയുമ്പോൾ അതെ ഒരു തമാശ ആയിട്ട് തോന്നുള്ളൂ. അത് ഒരിക്കലും നടക്കാത്ത കാര്യം, ഇമ്പോസിബിൾ ആണെന്നാണ് എല്ലാവരും വിചാരിക്കുക. വെറുതെ പറഞ്ഞാന്ന് വിചാരിക്കും. പക്ഷെ ഇയാൾ ഇതിന്റെ വേറൊരു കാര്യം കൂടി പറയണ്ടേ. അല്ല, അത് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോ ഇയാള് പറയുന്നുണ്ട്, പെരസ് പറയുന്നുണ്ട്, ഞാൻ പ്രസിഡന്റായി ജയിച്ചിട്ട് ലൂയിസ് ഫിഗോനെ ബെർണബ്യൂവിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സീസണില് റയൽ മാഡ്രിഡ് ഫാൻസിന് 1 രൂപ പോലും ചെലവില്ലാതെ ഫുൾ സീസണിലെ മാച്ചസ് കാണാമെന്ന് പറഞ്ഞത്. അതായത്
എന്റെ ചെലവിൽ, അതായത് പെരസിന്റെ ചെലവില് കളി ഫാൻസിന് എല്ലാവർക്കും ബെർണബ്യൂവില് കളി കാണാന്ന് പെരസ് പറയുന്നത്. ചെറിയൊരു കാര്യം, കാരണം കാര്യമല്ല അത്. കാരണം റയൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ്. ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ ടിക്കറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് അപ്പൊ പിന്നെ എങ്ങനെ ആയാലും ഇത്രയും നല്ലൊരു ഓഫറാണ്, ഫാൻസിന് നിരസിക്കാൻ പറ്റൂല. ആ ഒരു രീതിയിലായി. അപ്പോ ഫാൻസ് എങ്ങനെ ആയാലും ഇയാൾക്ക് വോട്ട് ചെയ്യുന്നുള്ള രീതിക്ക്. പക്ഷെ അപ്പോഴും നമുക്ക് സംശയം ഫിഗോ എങ്ങനെ റയലിലോട്ട് എത്തുന്നുള്ളതാണ്. ഉള്ളിലുള്ള കാര്യം എന്തൊക്കെയാണ് ഇതിന്റെ എന്താ പറയാ, പിന്നാമ്പുറങ്ങൾ നടക്കുന്ന കളികൾ എന്നൊക്കെ പറയല്ലോ. കുറച്ചും കൂടി വീടാണ്. കാരണം ആദ്യം തന്നെ ലൂയിസ് ഫിഗോന്റെ ഏജന്റായിട്ട് നമ്മളെ പെരസ് ബന്ധപ്പെടുന്നുണ്ട്. ഒരു വളരെ ഏജന്റിനെയാണ്. വലിയൊരു എന്താ പറയാ €1 മില്യൺ, അതായത് 2.5 മില്യൺ എന്താണെന്നോ അതോ അതിലേറെ മില്യൺ കമ്മീഷൻ മാത്രം അത്രയും കൊടുക്കാന്ന് പെരസ് പറയുന്നുണ്ട് ഫിഗോയുടെ ഏജന്റിനോട്. അങ്ങനെ ഫിഗോയുടെ ഏജന്റ് പിന്നീട് ഇത് ഫിഗോയായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഗോയുടെ വിശ്വസ്തന ആദ്യം എന്താ പറയാ തന്റെ കൂട്ടത്തിൽ നിർത്താണ് ചെയ്യുന്നത്. അതെ. അപ്പോ ഫിഗോ പിന്നീട് ഒരു പ്രസ് മീറ്റ് നടത്തി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ബാർസ വിടൂല എന്ന് പറയുന്നത് വരെ ഉണ്ട്. ഇത് ചർച്ചാ വിഷയമായി തുടങ്ങി. കാരണം അവിടെ എന്തായാലും അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവങ്ങൾ ബാഴ്സലോണയിൽ എത്തുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഫിഗോ എന്ന് പറയുന്നുണ്ട്, എന്ത് ഒരിക്കലും ഞാൻ ഈ വീട് വിടൂലെന്ന് പറയുന്നുണ്ട്. പക്ഷേ 60 മില്യൺ റിലീസ് ക്ലോസ് ആണ് ഫിഗോ എന്ന് പറഞ്ഞ സൂപ്പർ താരത്തിനാണ് വാശി വെച്ചിട്ടുള്ളത്. അതെ, 60 മില്യൺ റിലീസ് ക്ലോസ് കൊടുത്ത ഒരു താരത്തിനെ റയലിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ്. അന്നത്തെ കാലത്ത് 60 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 60 മില്യൺ ഇപ്പൊ പിന്നെ അതിലേറെ വാല്യൂ ഉള്ള പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിലേറെ വലിയ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ സംഖ്യ തോന്നുന്നില്ല. പക്ഷെ ആ സമയത്ത് 60 മില്യൺ യൂറോസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യ തന്നെയാണ്. 60 മില്യൺ യൂറോസ് ആണ് റിലീസ് ക്ലോസ് ഫിഗോക്ക് ഉള്ളത്, റിലീസ് ക്ലോസ് മാത്രം. അങ്ങനെ ആ റിലീസ് ക്ലോസ് കൊടുക്കാൻ, അതായത് അവിടെ പെരസ് ജയിക്കുകയാണ്. ഇവിടെ റയൽ മാഡ്രിഡിലെ ഇലക്ഷൻ കഴിയുമ്പോൾ പെരസ് ജയിക്കുകയാണ്. അങ്ങനെ പെരസ് ഫിഗോയെ വിളിക്കുന്നുണ്ട്. അതേപോലെ ഫിഗോയെ വിളിച്ച് പറയുന്നുണ്ട്, ഭാഷ മാനേജ്മെന്റിനോട് അറിയിക്കുന്നുണ്ട് 60 മില്യൺ റിലീസ് ക്ലോസ് നൽകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഫിഗോ ഗാസ്പാർട്ടിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ 2 ടിക്കറ്റ് ഉണ്ട്. അതെ, അതൊരു കഥ പോലെ നമുക്ക് തോന്നും. എൻ്റെ 2 ടിക്കറ്റ് ഉണ്ട്, ഒന്ന് മാഡ്രിഡിലോട്ടും ഒന്ന് ബാഴ്സയിലോട്ടുമാണ്. അപ്പൊ ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ എന്നെ മാഡ്രിഡിലോട്ട് പോകാതെ പറഞ്ഞേക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. അത് ഫിഗോക്കും എന്താ പറയാ ഉള്ളില് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗാസ്പാട്ടിനെ വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഗാസ്പാട്ടിനോട് ചോദിക്കുന്ന സമയത്ത് ഗാസ്പാട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നടന്നില്ലാന്നുണ്ടെങ്കിൽ 35 മില്യൺ യൂറോ പെനാൾട്ടി ആയിട്ട് ആര് നൽകണം? ബാഴ്സലോണ, റയൽ മാഡ്രിഡ് നൽകണം. കൂട്ടി കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് അത് ഗാസ്പാട്ട് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബാഴ്സ എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ക്രൈസിസിൽ പണ്ടേ ഉള്ള ഒരു ക്ലബ് തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പല സാഹചര്യങ്ങളും അതെ പെടാറുണ്ട്, ഒരുപാട് പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഗാസ്പാട്ട് ഇറങ്ങിയ സമയത്ത് കാണാം 200 മില്യൺ യൂറോയിലധികം ഡെപ്റ്റ് വെച്ചിട്ടാണ് ഗാസ്പാട്ട് ആ സ്ഥാനം, പ്രസിഡന്റ് എന്ന സ്ഥാനം പോയിരുന്നത്. അത് വേറെ. പക്ഷേ അപ്പോ ഫിഗോ ഇറങ്ങുന്ന സമയത്ത് ഫിഗോ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ 35 മില്യൺ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഫിഗോ മാഡ്രിഡിലോട്ട് പോവാണ്. മാഡ്രിഡിലെ തന്റെ എന്താ പറയാ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു തേർഡ് ഹയസ്റ്റ് വാല്യൂ ഉള്ള തേർഡ് ഹയസ്റ്റ് എന്താ പറയാ വാല്യൂ ഉള്ള ട്രാൻസ്ഫർ ആണ് അത് നടക്കുന്നത് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സമയത്തോട്ട് അപ്പോ മാഡ്രിഡിൽ എത്തി തന്റെ പ്രസന്റേഷൻ സെറമണിയില് നമ്മള് ഫിഗോനെ കാണുന്നത് സാധാരണ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ടീമിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ക്ലബിലോട്ട് എത്തുന്ന സമയത്ത് ആ ക്ലബിലോട്ട് കളിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു വീട്ടിലോട്ട് ചെല്ലുക, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ ഇതൊരിക്കലും അത്രത്തോളം ഒരു എന്താ പറയാ പുഞ്ചിരിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഫിഗോ അല്ല നമ്മള് കണ്ടത്. നമ്മള് ഫിഗോനെ കാണുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയാണ്, അതായത് ആൾക്കാരെ കാണണമല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഫിഗോനെ നമ്മൾ കാണുന്നത്. ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്ന് പറഞ്ഞ 2 ക്ലബ്ബും ഇത് അത്രയും ചിരവൈരികളാണ്. അപ്പോൾ ഈ ചിരവൈരികളായ ഈ ക്ലബ്ബുകളിലെ അതിപ്പോൾ ലൂയിസ് ഫിഗോ റയലിലോട്ടാണ് പോയത്. അപ്പോൾ ഈ റയലിലോട്ടുള്ള എല്ലാ ദേഷ്യവും ബാഴ്സലോണ ഫാൻസിന് അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു നരകതുല്യം, അങ്ങനെ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫിഗോ കളിക്കാൻ വരാനുള്ളത് എവിടെക്കാണ്? ക്യാമ്പിനോക്ക് തന്നെയാണ് വരാനുള്ളത്.
അത് അന്ന് ക്യാമറ കളിക്കാൻ വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ശരിക്കും അത് നമ്മളെ അന്നത്തെ ക്ലിപ്സ് എടുത്ത് നോക്കി നമുക്ക് കാണാം. അത് എന്താ പറയുക, ഫിഗോ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത്. നരകല്യ ഒരു സംഭവമായിരുന്നു. ഒരു കോർണർ എടുക്കാൻ പോലും ഫിഗോക്ക് കഴിയുന്നില്ലായിരുന്നു. കാരണം അത്രയും കോർണർ എടുക്കാൻ പോയ സമയത്ത് എന്തൊക്കെ ഉണ്ടോ ഗാലറിയിൽ അതെല്ലാം വലിച്ചെടുത്ത് ഫിഗോക്ക് നേരെ അറിയാം. ജൂദാസ് എന്നും ചതിയനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്ററുകളും ബാനറുകളൊക്കെ ക്യാമ്പിന് പോലെ ഒന്ന് പൊങ്ങിയത്. Intentos fallidos, Figo lanzó el córner. Se jugó son solo 68 metros. Figo no llegó a lanzarlo. El partido se detuvo durante 15 minutos. Los jugadores se marcharon al vestuario. Juego suspendido. Eran otras imágenes las que daban la vuelta al mundo. ശരിക്കും അതോടുകൂടി ആ ഒരു ബാഴ്സലോണയിലും പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാരണം ഗാസ്പാട്ടിന്റെ പല തീരുമാനങ്ങളും തെറ്റുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഫസ്റ്റ് തന്നെ അതായത് സീസൺ, അതായത് അദ്ദേഹം എന്താണ് പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റപ്പോൾ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ നല്ലോണം ബാധിച്ചു തന്നെ പറയാം. കാരണം അന്ന് കോച്ച്, കാരണം ബാഴ്സലോണ ആ സമയത്ത് ഓൾറെഡി എന്താണ് വാൻഗാലൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്ന സമയമാണ്, ഡൗണിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്. ഈ ഒരു സംഭവം ഫിഗോ പോകുന്നതും അതുപോലെ തന്നെ അന്ന് ഫെറാറാണെന്ന് ബാഴ്സലോണയുടെ ഒരു കീ പ്ലെയർ തന്നെയാണ് അന്ന് ബാഴ്സക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി അത് നഷ്ടപ്പെടരുത്, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്, അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് ഗാസ്പാട്ട്. എല്ലാവരും എല്ലാ പ്ലേയേഴ്സിന്റെയും അവർക്ക് കൊടുക്കുന്ന സാലറി കൂട്ടി, അതൊന്ന്. പിന്നെ ആ പ്ലേയേഴ്സിലൊക്കെ റിലീസ് ക്ലോസും കൂട്ടി. കാരണം ഇനി 120 അന്നാണ് ബാഴ്സലോണ അങ്ങനെ ആക്കുന്നത്. അതായത് ഇനി അവർക്കുള്ള ഈ പ്ലേയേഴ്സിന് നഷ്ടപ്പെടരുത്. അതായത് അന്ന് 60 മില്യൺ റിലീസ് ക്ലോസ് വെച്ചതുകൊണ്ടാണ് റയൽ മാഡ്രിഡ് അവർ ഫിഗോയെ കൊണ്ടുപോയത്. പക്ഷെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് റിലീസ് ക്ലോസും സാലറിയും ഒക്കെ കൂട്ടിയിട്ട് പല കാര്യങ്ങളും ആ ഒരു കാര്യം അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഫസ്റ്റ് ആ ഒരു ഡിസിഷൻ വന്നല്ലോ, ഏത് ഫിഗോ പോയ, അത് ഗ്യാസ്പാട്ടിനെ ബാധിച്ചുകൊണ്ട് തന്നെ പിന്നീട് എടുക്കുന്ന പല ഡിസിഷൻസും ഒട്ടുമിക്ക ഡിസിഷൻസും തെറ്റായിരുന്നു. അതെ, അത് ടീമിനെ നല്ല രീതിയിൽ വായിച്ചിട്ട് തന്നെ പറയാം. ഒരുപാട് സൈനിങ്സ് നടത്തിയിട്ടുണ്ട് പിന്നീട്. ആ ഫിഗോ പോയതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിഞ്ഞോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അങ്ങനെ എന്താവുന്നുണ്ട് വീണ്ടും ഒരു തകർച്ചയിലോട്ട് തന്നെ. അതായത് പിന്നെ പല പ്ലേയേഴ്സും വരുന്നുണ്ട്, പല മാനേജേഴ്സും വരുന്നുണ്ട്, ഈവൻ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ഇടയ്ക്ക് റെക്സാച്ച് വന്നിരുന്നു, റെക്സാച്ച് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒന്നും അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും വാൻഗാലെത്തുന്നു. വാൻഗാലും ആദ്യം വന്നതിന്റെ ഒരു അംശം പോലും, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയല്ല, വളരെ അങ്ങനെ ഒന്നും കാണിക്കാൻ കഴിയാതെ എല്ലാവരും വാസയുടെ കയ്യൊയ്യാന്ന് പറയല്ലോ, ആ ഒരു രീതിയിൽ പ്രതാപം നഷ്ടപ്പെട്ടൊന്നും ഇല്ലാത്ത വാസനാണ് ഒന്നിലും സക്സസ് ആവാൻ കഴിയാതെ. ഒരു നമ്മൾ പലപ്പോഴും കാണലുണ്ട് തകർച്ചയുടെ വായസാണ്. അങ്ങനെ ആ തകർച്ചയുടെ വായസ ഒന്നുമില്ല, നഷ്ടപ്പെടാൻ അത് ചാരമായി തീർന്ന വാസയെ കണ്ടുകൊണ്ടാണ് ഗാസ്പാട്ട് നിൽക്കുന്നത്.